അപ്പൂപ്പനായിട്ട് അഭിനയിച്ചപ്പോൾ ഇതിനകത്താണ് ഉള്ളിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ സംസാരിക്കുമ്പോഴാണ് അതങ്ങനെ ഉണ്ടാവും. മനസ്സിലായി? അപ്പൂപ്പിള്ളക്കല്ല, അപ്പൂപ്പിള്ള കുറച്ചുകൂടെ ഒരു പരിഭ്രമം ഉണ്ട്. ഉള്ളിലുള്ള പരിഭ്രമം ആരെയും കാണിക്കുന്നുമില്ല. അന്നേരം ഞാൻ എൻ്റെ മനസ്സിൽ ഈ ഒരു സംഭവം എനിക്ക് ആദ്യം തോന്നുന്നു. പിന്നെ ഇത് ടെൻഷൻ കൂടുന്തോറും ഈ കറക്കം കൂടും, വിരലുകൾക്കാവും. പിന്നെ ഈ വിരലുകൾ നിൽക്കാതാകുമ്പോൾ ഇത് തമ്മിൽ കൂട്ടിട്ട് ഒരു വിരല നിൽക്കുമ്പോൾ രണ്ട് കയ്യിലേക്ക് ആകും. ഇല്ല എന്നുള്ളതിന് തന്നെ ഒറ്റ ബ്രീത്തിന് ഉള്ളിൽ ആണോ? ഇല്ല, അറിയാൻ മേല, പറഞ്ഞില്ലേ ഇത്തരം കൊണ്ടായാലും ബ്രീത്ത് പോവുക. എനിക്കറിയാം. എന്നെ പ്രസവമെടുത്ത അച്ഛൻ്റെ കയ്യിലേക്കാണ് ഞാൻ ജനിച്ച് വീണത്. അത് വലിയ ഭാഗ്യമല്ലേ. വിജയരാഘവൻ ചേട്ടൻ ജനിക്കുന്നത് മലേഷ്യയിൽ. അമ്മ 9.5 വർഷമായിട്ട് അച്ഛനെ കാത്തിരിക്കുകയാണ്. അമ്മ കല്യാണം കഴിക്കാതെ, അനിയത്തിമാരെ കല്യാണം കഴിച്ച് കുട്ടികളായി. എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത് പറയുന്നത്. കൽക്കട്ടയിൽ നിന്ന് പിടിച്ചോണ്ട് വരുന്ന ജീപ്പിൽ വെച്ച് ഒരു അവസരം കിട്ടി. അവരെല്ലാം ബിയർ കുടിക്കാൻ വേണ്ടി ഒരു ഷോപ്പിലോട്ട് കയറി. അവർ പോയ പെട്ടെന്ന് വെച്ച് തോന്നി രക്ഷപ്പെടണം. മരിച്ചുപോയി എന്നാണ് അമ്മയുടെ വീട്ടിലുകാരൊക്കെ വിശ്വസിക്കുന്നത്. അച്ഛൻ യുദ്ധത്തിൽ മരിച്ചുപോയി. അങ്ങനെ ആളാ വന്ന് നിൽക്കുന്നത്. വിജയരാഘവൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അതിനകത്തില്ല, ആ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ. ആ ജസ്റ്റേഴ്സ് നടപ്പ് ഒരു ഫ്രെയിമിലും ഔട്ടായിട്ടില്ല. ഈ മനുഷ്യൻ അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് ഒരു ക്യാരക്ടറായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. അതെ, സ്വാർത്ഥതയുടെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നി. പിന്നെ എപ്പോഴും പുള്ളി കൈ പുറകെ കിടന്നിട്ട് മുന്നോട്ടെത്താലേ വല്ലതും ചെയ്യേണ്ടുള്ളൂ. ഇങ്ങനെ എടുത്ത് പുള്ളിക്ക് ഒന്നും ചെയ്യാൻ മടിയനാണ്. പിന്നെ ടെൻഷനാണ് എനിക്കപ്പം ദേഷ്യം വരും. മേക്കപ്പ് മാനോട് ഞാൻ വഴക്കുണ്ടാക്കും. അത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇറിറ്റേറ്റഡായി ഞാൻ. എനിക്ക് അതൊന്നും ആയി കിട്ടാൻ വേണ്ടിയുള്ള എൻ്റെ കുഴപ്പം ഞാൻ പലരിലേക്കും ചാരുന്നതാണ്. അച്ഛൻ വിശ്വസിച്ച സുഭാഷ് ചന്ദ്രബോസ് ഈ ഇന്ത്യ ഭരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇന്ത്യയുടെ ഗതി ഇതായിരിക്കില്ല എന്ന് പക്ഷം ഭരിക്കുന്ന മുമ്പ് പറയുമായിരുന്നു. ഹാഫ് കാച്ചട്ട ഇട്ട് ടീഷർട്ട് ഇട്ട് അന്നത്തെ അതായിരുന്നു INA ഡ്രസ്സല്ലേ. INA ഭടൻ സംസാരിക്കുന്നു എന്നാണ് അന്നത്തെ. അത് ഭയങ്കര ഗംഭീര പ്രസംഗമായിരുന്നു. കുട്ടേട്ടൻ എന്നെ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന വിജയരാഘവൻ സാറാണ് നമുക്കൊപ്പോൾ. നമസ്കാരം സാർ. നമസ്കാരം. 75ാമത്തെ ജന്മദിനം ആഘോഷിക്കാൻ പോവുകയാണ്. സിനിമയിൽ 52 വർഷം കഴിഞ്ഞു, സത്യത്തിൽ കാബാലിക വെച്ച് കൂട്ടുമ്പോൾ. പക്ഷെ ഇപ്പൊ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് 2 ക്യാരക്ടേഴ്സിനെ ആഘോഷിക്കുകയാണ് സോഷ്യൽ മീഡിയയും ജനങ്ങളും ഒക്കെ. കിഷ്കിന്ധ കാണ്ഡത്തിലെ അപ്പുപിള്ളയും റൈഫിൾ ക്ലബിലെ കുഴുവേലി ലോനപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ. ഏറ്റവും ലേറ്റസ്റ്റ് കുഴുവേലി ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ഇരുന്നുകൊണ്ടാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. ഇരുന്നുകൊണ്ടുള്ള സാധ്യതയിൽ 2-3 ചിരി ചിരിക്കുന്നുണ്ട്. ഡെപ്ത്, അസാധ്യമായിട്ടുള്ള ആ മനുഷ്യൻ്റെ ഡെപ്ത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്ന, നമ്മളെ ആക്രമിക്കാൻ വരുന്നവരിൽ നിന്ന് ഇയാൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് തോന്നിപ്പിക്കുന്ന, ഒന്നും കാണിക്കുന്നില്ല, ആ സംഗതി മാത്രം, ആ ഇരിപ്പ്, ക്യാരക്ടറിന് ഡെപ്ത് കാണിക്കുന്ന 2-3 റിയാക്ഷൻസ് മാത്രമാണ് നമ്മളെ കൊണ്ട് ആ ക്യാരക്ടറിനെ കുറിച്ച് പറയിപ്പിക്കുന്നത്. കിട്ടില്ല സാധനം. ഈ സിനിമ വരുന്നതിന് മുമ്പ് ഇത് ഇത്രയും ഹൈപ്പുള്ള ഒരു ക്യാരക്ടറാണെന്ന് വിചാരിച്ചിരുന്നോ? ഇല്ല, ഞാൻ ആ ലോനപ്പനായിട്ട് അഭിനയിച്ചത് ഞാൻ വെറുതെ ഇരിക്കുക. നമ്മൾ നടൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത്, നമ്മളെ വിശ്വസിപ്പിക്കുന്നത്, കൺവേ ചെയ്യുന്നത് നമ്മുടെ അംഗവിക്ഷേപങ്ങൾ കൂടെയും നമ്മുടെ മൂവ്മെൻറ്റിൽ കൂടെയൊക്കെ. ശബ്ദം ഒന്ന്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ പോലെ തന്നെ പ്രധാനപ്പെട്ടാണ് ജസ്റ്റേഴ്സ്, അംഗവിക്ഷേപങ്ങൾ. പിന്നെ ബോഡി മൂവ്മെൻറ്റ് മീൻസ് നടപ്പും ഒക്കെ വേണമല്ലോ. ഇത് ഒരാളൊരു സ്ഥലത്ത് ഇരിക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പം നമ്മുടെ ലിമിറ്റേഷൻ ശബ്ദം കൊണ്ടും പിന്നെ നമ്മുടെ ഫേഷ്യൽ ആയിട്ടുള്ള എക്സ്പ്രഷൻ കൊണ്ടും പറ്റുള്ളൂ. പക്ഷെ ഇയാൾ ഇരിക്കുമ്പം ഞാനൊരു സാധനം കാണാം, എൻ്റെ മനസ്സിൽ തോന്നി. നമ്മളിപ്പോൾ ഞാനിപ്പോൾ വന്ന് ഈ കസേര വന്ന് ഇങ്ങനെ ഇരിക്കുന്ന പോലെ അല്ല, കുറേ നാളായിട്ട് ഇതിൽ ഇരിക്കുകയാണ്. ആ ഇരിപ്പിനൊരു പ്രത്യേകത, അതിനകത്താണ് അയാൾ. ബാക്കി ബോഡി കൊണ്ടാണ് അയാൾ ഉണ്ടാകുന്നത്. അങ്ങനത്തെ ചില ചെറിയ കാര്യങ്ങൾ. പക്ഷെ അതൊന്നും പ്രേക്ഷകൻ അറിയുന്ന കാര്യങ്ങളല്ല. പക്ഷെ നിങ്ങൾ ഇപ്പം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അതിനാ ഇരിപ്പിലുണ്ടെന്ന് തോന്നണു. അതുകൊണ്ട് ഇന്ന് തന്നെ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കര ഒരു പവർ തോന്നും ആ ആളിലെന്ന് പറഞ്ഞു. അതൊക്കെ ഇതാണ്. അപ്പം ഇരിപ്പിലാണെങ്കിലും എന്ന് പറയുന്ന ഒരു സംഭവമാണത്. അത് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ ബോഡി തളർത്തിയിട്ടിട്ടുണ്ടാവാം, പക്ഷേ ഈ ഇരിപ്പിൻ്റെ കഴുത്തിലോ എവിടെയെങ്കിലുമൊക്കെ ഒരു ഗ്രിപ്പ് പിടിച്ചു നിന്നിട്ട്, കാരണം ആ ക്യാരക്ടറിൻ്റെ ഒരു ഡെപ്ത് ഉണ്ട്. കാരണം വിശ്വസിപ്പിക്കാൻ പറ്റണം നമ്മളെ. കാരണം പുള്ളി ലീഡ് ചെയ്യുന്ന ആളാണ്. അവിടുത്തെ ആ നടക്കാൻ പോകുന്ന സംഭവത്തെ എതിരിടുന്നതിൽ ഒരു പ്രധാനപ്പെട്ട, നമ്മൾ നോക്കിയിരിക്കുന്ന ഒരാൾ, ഇയാൾ എന്ത് പറയുമെന്നാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അതിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അത് ആദ്യമേ തന്നെ നമ്മളെ ധരിപ്പിക്കാൻ, ക്രൈസിസ് വരുമ്പോൾ തന്നെ നമ്മളെ ധരിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സാർ എങ്ങനെയാണ് അത്? അതെല്ലാവരും പറയുമ്പോൾ നമ്മൾ മുഖം കൊണ്ട് അഭിനയിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും മുഖം കൊണ്ട് അഭിനയിക്കാൻ ശ്രമിക്കാറില്ല. ഞാൻ മനസ്സുകൊണ്ട് അഭിനയിക്കുന്നത്. എൻ്റെ മനസ്സാണ്
മനസ്സിൽ ആണ് എനിക്ക് ആ ക്യാരക്ടർ ഉണ്ടാകുന്നത്. ആ ക്യാരക്ടർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അയാൾ എങ്ങനെയായിരിക്കും പെരുമാറുന്നത്. എൻ്റെ മനസ്സ് തന്നെയാണ്. എൻ്റെ മനസ്സിനെ, എൻ്റെ ബുദ്ധിയെ, അതിനെയൊക്കെ ഞാൻ അയാളുടേതായിട്ട് ചെയ്യാം. ഇപ്പം എനിക്ക് സങ്കടം വരും, ഞാൻ സങ്കടം വരുമ്പോൾ ചിലപ്പം കരയുകയില്ല. ചിലപ്പം ഞാൻ കരയാതെ പിടിച്ചിരിക്കുന്ന ഒരാളായി. പക്ഷെ ചിലപ്പോൾ ഞാൻ തലയണയിൽ മുഖം ഓർത്ത് കരയാം. അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കരഞ്ഞിട്ടില്ല. അതുകൊണ്ട് പിന്നെ അച്ഛൻ മരിച്ചപ്പോഴൊക്കെ ഞാൻ കരഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ പിടിച്ചു നിന്നിട്ട് ഞാൻ പൊട്ടിപ്പോവും. അതങ്ങനത്തെ ഒരു കരച്ചായിരിക്കുള്ളൂ. പക്ഷേ എനിക്ക് ഈ വികാരം, എൻ്റെ വികാരങ്ങൾ, എനിക്ക് ഈ പറഞ്ഞ സങ്കടമൊക്കെ, എൻ്റെ വിജയരാഘവൻ്റെ വികാരങ്ങൾ ഞാൻ ഇപ്പം 100 വയസ്സുള്ള അപ്പൂപ്പനായിട്ട് അപ്പം ആ 100 വയസ്സുള്ള അപ്പൂപ്പൻ്റെ വികാരമായിട്ടാണ് ഞാൻ പുറത്തോട്ട് വിടുന്നത്. പക്ഷേ ആ ഇമോഷൻ എന്നിലുണ്ട്. പിള്ളേരുടെ സംശയങ്ങളും അയാളുടെ ഓർമ്മയില്ലാതെയും ഓർമ്മപ്പെടുത്തലും അതൊക്കെ എന്നിലാണ് സംഭവിക്കുന്നത്. എൻ്റെ മനസ്സിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ ലോനപ്പൻ്റെ മാനസികാവസ്ഥ, അയാളുടെ സ്റ്റബേണാണ്. അയാളുടെ ആ ഇരുന്ന ഇരിപ്പിലാണെങ്കിലും എത്ര ഉണ്ട്, എത്ര പേരുണ്ട്, അത് വളരെ ഷാർപ്പാണ് അയാൾ. ആ ഷാർപ്പ്നെസ് ആണ് എൻ്റെ മനസ്സിലുള്ളത്. എൻ്റെ മനസ്സിൽ അത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഇപ്പം ഞാനിപ്പം നമ്മളൊന്ന് സംസാരിക്കുമ്പം എനിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടോ, എൻ്റെ പെരുമാറ്റം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? എൻ്റെ മനസ്സിലെ അവസ്ഥ നിങ്ങൾക്ക് എൻ്റെ ബോഡി ലാംഗ്വേജിലും ഫേസിൽ കൂടെ വരുന്നതാണ്. എൻ്റെ മനസ്സിലാണത്. നിങ്ങളുള്ള എൻ്റെ സമീപനം എൻ്റെ മനസ്സിലാണല്ല, അത് ഞാൻ കാണിക്കലല്ല. ഞാൻ ജീവിതത്തിലും അതെ, ഞാൻ ജീവിതത്തിലൊന്നും കാണിക്കാറില്ല. ഞാൻ എൻ്റെ മനസ്സിൽ ഉള്ള അപ്പം ചിലപ്പോൾ എന്നോട് എൻ്റെ ഭാര്യയൊക്കെ പറഞ്ഞു, ചിലപ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്ത ചില കാര്യങ്ങളും പറയും, ഇന്നെ മുഖം വെച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ അല്ലാതെ പ്രകടിപ്പിക്കാൻ അറിയില്ല. ഉള്ളത് ഞാൻ വരും എൻ്റെ മുഖത്ത് എന്ന് ഞാൻ പറയും. എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ക്യാരക്ടറാകുമ്പോൾ ആ ക്യാരക്ടർ എന്താണ് വേണ്ടതെന്നുള്ളത് ഇത് ചെയ്യുന്നേ ഉള്ളൂ. റീസെൻ്റ് സിനിമ ആയതുകൊണ്ട് നമ്മുടെ മനസ്സിനകത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എനിക്ക് പൊതുവിൽ ഈ വെടിവെച്ചൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് എനിക്കും വേണമായിരുന്നു ഒരു തോക്ക് എന്ന് തോന്നിപ്പോയി. കാരണം ആ ക്രൈസിസിൽ ഒരു വെടി വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ, വെടിവെക്കുന്നവർ ഓരോരുത്തരുടെ മുഖത്തും കിട്ടുന്ന എക്സ്പ്രഷൻ ഉണ്ടല്ലോ, അത് നമ്മുടേതായിരുന്നു ആ സാറ്റിസ്ഫാക്ഷൻ. ആ സിനിമ അത്തരത്തിലാണ് വിജയിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, ആ സിനിമയിൽ ഒരുപാട് പേരെ കൊല്ലുന്നുണ്ട്. പക്ഷെ നമുക്ക് ആരെയും കൊല്ലുന്നതായിട്ട് തോന്നുന്നില്ല. നമുക്കൊരു കൊലപാതകം ഫീൽ ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഹ്യൂമർ, അതിൻ്റെ എല്ലാം ഒരു അണ്ടർകറണ്ട്, അതാണ് തമാശ ഉണ്ട്. ഇപ്പം അന്ന് ഒരുത്തരം നിന്നെ വെടിവെക്കാൻ വന്നല്ല, നിന്നെ രക്ഷിക്കാൻ വന്ന തുന്നിക്കെട്ടെന്നൊക്കെ ആ പയ്യനെ ഒന്ന് കൊല്ലണമെന്ന് വിചാരിച്ചിട്ട് അവൻ ഇരന്ന് വാങ്ങുന്നതാണ്. മറ്റേ ആദ്യം ആദ്യം ആ പെണ്ണിനെ കയറി പിടിക്കുന്നവൻ, ആ പെണ്ണ് പറയുന്നു, ഇപ്പോൾ നീ കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. അവൻ്റെ ഒരു പെണ്ണിനെ കയറി പിടിക്കുമല്ലോ, അതാണല്ലോ എൻ്റെ തുടക്കം. അപ്പോൾ നീ കള്ളു കുടിച്ചു, നീ പോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ തടയുന്നുണ്ട്. ആ തടഞ്ഞിട്ട് പിന്നെ അവൻ അതിക്രമിച്ച് കിടക്കുമ്പോഴാണ് പെണ്ണടിക്കുന്നത്. പെണ്ണടിച്ച് വീണ്ടും അടിക്കാൻ വരുമ്പോഴും ചവിട്ടും വീണ് പോയെന്നേ ഉള്ളൂ. അതിനകത്തൊന്നും നമുക്കൊരു ക്രൂവൽറ്റി ഫീൽ ചെയ്യല. അത് വേണ്ടതാ എന്ന് തോന്നിപ്പോവും. അതാണ് അതിനകത്തെ ഓരോ കൊലപാതകത്തിനും നമുക്ക് ജസ്റ്റിഫിക്കേഷൻ തോന്നും. നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ ഒരു നീണ്ട നിര ഉള്ളപ്പോഴും പുറത്തുനിന്ന് അനുരാഗ് കശ്യപിനെ പോലുള്ള ആൾക്കാർ, ഇപ്പോൾ ഹനുമാൻ കൈനെ പോലുള്ള പുതു ജനറേഷൻ്റെ ഹിറ്റും ഒക്കെ അതിനകത്ത് വന്നപ്പോൾ മൊത്തത്തിലൊരു നമ്മുടെ സിനിമ കുറച്ചുകൂടെ അപ്ലിഫ്റ്റ് ചെയ്യപ്പെട്ട സിനിമകളിൽ ഒന്നാണ് ഈ റൈഫിൾ ക്ലബ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ സിനിമ കുറച്ചുകൂടെ വളരുന്നില്ല. നമ്മുടെ സിനിമ എന്നല്ല ഇപ്പം പറയുന്നത്, നമ്മുടെ സിനിമ ബാക്കി സിനിമയെക്കാട്ടിലും മേലെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ സിനിമയല്ലോ, നമ്മുടെ സിനിമ മൊത്തത്തിലുള്ള സിനിമയാണ്. പിന്നെ മൊത്ത സിനിമയിൽ ഇപ്പം കിഷ്കിന്ധ കാണുന്ന പടം ഞാൻ അഭിനയിച്ചുകൊണ്ട് പറയില്ല, അതിൻ്റെ സ്ക്രിപ്റ്റ് ഒരു ബ്രില്യൻ സ്ക്രിപ്റ്റാണ്. നമ്മൾ ചില ഇംഗ്ലീഷ് ഫിലിമുകളൊക്കെ കാണുന്നില്ല, എന്നെ ആകർഷിച്ചത് കൂടുതൽ ഈ ഫോറിൻ ഫിലിംസൊക്കെ പല ബ്രില്യൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. അതേപോലെയുള്ള ബ്രില്യൻസാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങുള്ളത്. നമ്മുടെ വളരെ പരിമിതി ഉണ്ട്. നമ്മൾ കുറേ ദിവസങ്ങൾ പൈസ മുടക്കുന്നതിനൊക്കെ ചിലവൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ പരിമിതി, ഒരു ക്യാമറയൊക്കെ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ആ പരിമിതി വെച്ചിട്ട് ഇത്രയും നല്ല സിനിമ, ഇത്രയും ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റിയത് ഭയങ്കര ബ്രില്യൻസാണത്. ഒരു ഈ ലോക സിനിമയിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് ചിന്തിക്കാവുന്ന പിള്ളേരാണ് നമ്മുടെ ഉള്ളത്. റൈഫിൾ ക്ലബ് ഒന്നും ചെറിയ സംഭവമാണ്. ഒരു 1.5 ദിവസം കൊണ്ട്, ഒരു രാത്രിയും ഒരു രാവിലെ ഒരു 10 മണിക്കുള്ളിൽ നടക്കുന്ന സംഭവമാണ്. അതിനൊരു പ്രത്യേക ആദ്യമധ്യാന്നുള്ള കഥയില്ല, അങ്ങനെയുള്ള കഥാപാത്രങ്ങളുടെ സ്വഭാവം വർണ്ണിക്കത്തക്ക രീതിയിലുള്ള സിറ്റുവേഷൻ ഇല്ല. ഒരു സാധാരണ സിനിമയിലൊക്കെ ആദ്യം ഇതാണ് ഇന്നയാള് അതിൽ ഇത്രക്കാരനാണ്, മറ്റേ ഇത്രക്കാരനാണെന്ന് മനസ്സിലായാണ് നമ്മൾ കഥയിലേക്ക് എത്തുന്നത്. അതിനുള്ള സമയമൊന്നുമില്ല. അതിനൊന്നും ഇല്ലാത്തൊരു ചെറിയ ഇൻസിഡൻറ്റ് വെച്ചിട്ടാണ് ഈ 2 മണിക്കൂർ നമ്മളിങ്ങനെ രസിച്ച് സന്തോഷിച്ച്, എന്നാൽ ഒരു വളിപ്പല്ലാത്ത രീതിയിലുള്ള വേറെ രീതിയിലുള്ള തമാശയൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ബ്രില്യൻസ് ഭയങ്കരമാണത്. നമ്മൾ വളരെ തീരെ മോശക്കാരെന്ന് നമ്മളെ സിനിമ കൊച്ചു സിനിമ എന്നൊന്നും പറയേണ്ട കാലമൊക്കെ കഴിഞ്ഞു പോയി. വേറെ ലെവലാണ്. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ടെക്നിക്കലി ഒക്കെ വളരെ 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 മേലെയാണ്. ഈ അപ്പുപിള്ളയിലേക്ക് വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് ആ മനുഷ്യനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത്
ആ മനുഷ്യൻ്റെ മനസ്സിൽ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലൂടെ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം കാണുമ്പോൾ പോകുന്നത്. കാരണം എന്താണ് നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം നമ്മളിത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. പക്ഷേ അപ്പുപിള്ളയുടെ നോട്ടങ്ങളൊക്കെ നമ്മൾ റീവാച്ച് ചെയ്യാൻ, നമ്മുടെ മനസ്സിനകത്ത് റീവാച്ച് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത് പിടികിട്ടും ആ നോട്ടങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഡെപ്ത് രണ്ടാമത് കാണുമ്പോൾ. അതാ സ്ക്രിപ്റ്റിന്റെ ഗുണമാണ്, വേറെ ലെയർ ഉണ്ട്. അതെ. അപ്പോൾ ചില സ്ഥലത്തൊക്കെ സാറ് നിൽക്കുന്ന സമയത്ത്, ഇപ്പോൾ മുകളിലോട്ട് നോക്കി നിൽക്കുന്ന സമയത്തൊക്കെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു സാധാരണ എന്തോ ഉണ്ട് അതിനകത്ത്. പക്ഷെ ആ സമയത്ത് സാറിന്റെ മനസ്സിൽ എന്ത് വെച്ചിട്ടാണ് ഇത് സങ്കല്പിച്ചുകൊണ്ട് നിൽക്കണമെന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. എന്ന് വെച്ചാൽ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി വലിയ തയ്യാറെടുപ്പൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഒരു ഒറ്റ ജസ്റ്ററാണ്. അപ്പം ഞാനിപ്പം മനസ്സിൽ വിചാരിച്ചു, ഇയാൾക്ക് ഞാൻ സ്ക്രിപ്റ്റ് ഫുൾ വായിച്ചപ്പോൾ തന്നെ ഞാൻ ഇവരോട് പറഞ്ഞു, എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ വായിച്ചു കേട്ടിട്ട് ഗംഭീര സിനിമയായിരിക്കും. ഓടൂ, അതെനിക്കറിയാൻ മേല, ഗംഭീര സിനിമയായിരിക്കും. അത് തന്നെയാണ്. ഞാൻ ആ സിനിമ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാനിപ്പോൾ ആ സിനിമ അഭിനയിച്ച് പോയി കണ്ടു. തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ എനിക്ക് അത്ര വലിയൊരു എന്ത് ആണ് നമ്മൾ അഭിനയിച്ച സിനിമ ഇത്രയും ഗംഭീര സിനിമ എന്ന അഭിപ്രായം വരുമ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നതെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് തോന്നിയില്ല. അതേസമയത്ത് ഞാനത് വായിച്ചപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു സിനിമ കാണുന്ന പോലെ തന്നെ ഞാൻ ഇങ്ങനെ എനിക്ക് തോന്നലുണ്ടായി. അത് ആ വായനയിൽ ആ സ്ക്രിപ്റ്റിലുള്ളത് കൊണ്ടാണ്. അപ്പം അതിനകത്ത് ഈ വായിച്ചു കഴിഞ്ഞപ്പം ഈ ആ ക്യാരക്ടർ ഇന്ന പോലെ ആയിരിക്കണം അങ്ങനെ ഇപ്പോൾ ഒരു ആലോചന വരുമ്പോൾ എനിക്ക് എന്തോ ഈ പറഞ്ഞ ഡിമെൻഷ്യ എന്ന് പറഞ്ഞ അവസ്ഥ. ഡിമെൻഷ്യ പലർക്കും പല രീതിയിലാണ്. അപ്പം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഡിമെൻഷ്യ ബാധിച്ച ഒരാളെ കണ്ടിട്ടില്ല. എൻ്റെ സുഹൃത്തായ ഡോക്ടറോട് ചോദിച്ചു. അപ്പം ഞാൻ അടുത്തൊരു പയ്യനെ കണ്ട, ആ പയ്യൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആലോചിക്കണം, അവൻ ഈ മുടി ഇങ്ങനെ പിടിക്കും, അവൻ്റെ കൊച്ചുമുടി ഇങ്ങനെ പിടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അത് ഞാൻ കൊച്ചായി നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ അവൻ്റെ ഒരു പ്രശ്നമാണ്, നമുക്കറിയാം. അന്ന് പിന്നെ കൊണ്ട് ഡോക്ടറെ കാണിക്കുകയൊക്കെ ചെയ്തു. അപ്പം അതുപോലെ എന്തെങ്കിലും സംഭവം വേണമെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ അത് പ്രകടമാകാൻ പാടില്ല, പ്രേക്ഷകൻ അറിയരുതല്ലോ. അന്നേരം ഞാൻ എൻ്റെ മനസ്സിൽ ഈ ഒരു സംഭവം എനിക്ക് ആദ്യം തോന്നുന്നു. ഇത് തോന്നാൻ കാര്യം, അച്ഛൻ എഴുതുമ്പോൾ, അച്ഛന് മിക്കവാറും രാത്രിയിലാണ് എഴുത്ത്. അങ്ങനെ എഴുതി ചിലപ്പം ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് നോക്കുമ്പോഴൊക്കെ ഒരു ഒറ്റ ഫ്ലോയിൽ അങ്ങ് എഴുതുക. പക്ഷേ ഇടയ്ക്ക് ചിലപ്പം ഈ ഇങ്ങനെ ഇരുന്നുകൊണ്ട് എഴുതും. ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം ഈ പേന ഇങ്ങനെ ഇവിടെ തന്നെ ഇരിക്കും. പക്ഷെ അപ്പം ഈ വിരൽ കൊണ്ട് ഇങ്ങനെ ചിലപ്പോൾ ചില ചിരിയൊക്കെ വരും പുള്ളി. എന്നിട്ട് ചിരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അടുത്ത് എഴുതാൻ. അപ്പം ഈ സംഭവം ഒരു ഓർമ്മപ്പെടുത്തൽ, അല്ല ഓർക്കാൻ വേണ്ടിയുള്ള ശ്രമം, മനസ്സിൻ്റെ ഒരു വോണ്ടറിങ്, ഇങ്ങനെയൊക്കെ അതെനിക്ക് പെട്ടെന്ന് തോന്നി. ഞാൻ അത് മാത്രമാണ് എൻ്റെ സ്വിച്ച്. ഇത് ഞാൻ കഥാപാത്രം എനിക്ക് ഓർമ്മയിലേക്ക്, ആ മറവിയിലേക്ക് പോകും. അത് മറവി ഓർത്തെടുക്കാൻ ശ്രമിക്കും. പിന്നെ ഒരു വോണ്ടറിങ് മൈൻഡ്. അപ്പോൾ വോണ്ടറിങ് മൈൻഡ് കണ്ണിൻ്റെ ദൃഷ്ടിയൊക്കെ അങ്ങോട്ട് പോകും. പിന്നെ ഇയാൾ എല്ലാവരിൽ നിന്നും ഇയാളെ ആരും അറിയരുതെന്നുള്ള തോന്നണം. അപ്പോൾ ആരെയും ഫേസ് ചെയ്യല്ല പുള്ളി. ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. പിന്നെ ഇത് ടെൻഷൻ കൂടും തോറും ഈ കറക്കം കൂടും, വിരലുകൾക്കാവും. പിന്നെ ഈ വിരലുകൾ നിൽക്കാതാകുമ്പോൾ ഇത് തമ്മിൽ കൂട്ടിട്ട് ഒരു വിരല നിൽക്കുമ്പോൾ രണ്ട് കയ്യിലേക്കും ആകും, മൊത്തം ബോഡി വ്യാപിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ഇതൊന്നും ഞാൻ മുൻകൂട്ടി കരുതിക്കൂട്ടി ചെയ്ത് അങ്ങനെ സംഭവിക്കുന്നത്. അതെങ്ങനെയാണ് എങ്ങനെയാണ് കുഞ്ഞ് ജനിക്കാന്ന് ചോദിക്കുന്നത് എപ്പോഴും സംഭവിക്കുന്നെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഒരു തോന്നലുണ്ടാകുന്നതാണ്. അത് പല നമ്മുടെ ജീവിതത്തിൽ കണ്ടു മറന്നതായതോ അല്ലെങ്കിൽ ഇത് കേട്ട് കഴിയുമ്പോൾ നമ്മളെ ഇങ്ങനെ ഹോണ്ട് ചെയ്യും. അത് നമ്മൾ കുത്തിയിരുന്നിട്ട്, ഞാൻ ഇന്നുവരെ ഒരു കഥാപാത്രത്തിന് കുത്തിയിരുന്നിട്ടോ അയാളെന്താ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടേ ഇല്ല. അങ്ങനെയല്ല സംഭവിക്കുന്നത്. അത് ഈ സംഭവിക്കുന്നത് നമുക്ക് ഇത് തന്നെയാണല്ലോ എൻ്റെ ജോലി, എൻ്റെ പ്രൊഫഷനാണ്, എൻ്റെ പാഷനാണ്, എൻ്റെ എല്ലാം ഈ അഭിനയിക്കുക എന്നുള്ളത്. ഞാൻ പിന്നെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ചില സാധാരണക്കാരൊരാളെ കാണുന്ന പോലെ അല്ല ഞാൻ കാണുന്നത്. എനിക്ക് വ്യത്യാസമുണ്ട്. പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ പതിയും. ഇപ്പം പണ്ട് കണ്ട ചില ആൾക്കാരൊക്കെ എന്നും എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ചില ക്യാരക്ടേഴ്സ് പെട്ടെന്ന് അതിൻ്റെ ചില അംശങ്ങൾ, ഇപ്പം ലീല എന്നുള്ള പടത്തിനകത്ത് എനിക്കൊരു 2-3 പേരുടെ പണ്ടുള്ള ആൾക്കാരത് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ കണ്ട ആൾക്കാർ, അവരുടെ കോസ്റ്റ്യൂം അതൊക്കെ അവിടുന്നാണ്. പിന്നെ ഞാൻ കോളേജിൽ പഠിച്ചപ്പം എൻ്റെ കൂടെ പഠിച്ച പയ്യനുണ്ടായിരുന്നു, ഭയങ്കര അഹങ്കാരിയായ ഒരു പയ്യനുണ്ടായിരുന്നു. പണം ഇഷ്ടം പോലെ പൈസയൊക്കെ ഉണ്ട്. അവനിങ്ങനെ മുണ്ടൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് മറ്റേ 555 സിഗരറ്റൊക്കെ ഒരു പാക്കറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നടക്കും. ശരിക്കും പറഞ്ഞാൽ അതാണ് ചേറാടിക്കറി എന്നുള്ള ക്യാരക്ടറിന്റെ ബേസ്. അതാ പറഞ്ഞാൽ വിശ്വസിക്കുക എല്ലാവരും. അപ്പം നമുക്ക് പെട്ടെന്ന് ചിലതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇന്ന ആളിനെ പോലെ തന്നെയാണെന്ന് വെച്ചാൽ ഒരാളെ കണ്ടോണ്ട് അതുപോലെ ചെയ്യുന്നതല്ല. പല അംശങ്ങളാണ്, പല ക്യാരക്ടേഴ്സിന്റെ പല അംശങ്ങൾ കൂട്ടിച്ചേരുമ്പോഴാണ് ഒന്നായത്. ക്യാരക്ടർ ഈസ് നോട്ട് വൺ ബട്ട് എ മൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. പലതാണ്.
പല അംശങ്ങൾ കൂട്ടിയിട്ടാണ് ഒന്നുണ്ടാകുന്നത്. അത് സംഭവിക്കുന്നതാണ്. പക്ഷേ ലീലയിൽ ഈ കുട്ടിയപ്പൻ്റെ പുറകെ നടക്കുന്ന മനുഷ്യനെ, ആ മനുഷ്യനൊരു സ്വഭാവ സവിശേഷതകളും ആകുലതകളും ഉണ്ട്. ഈ മനുഷ്യൻ ചെയ്യുന്നതിനോട് എതിർപ്പുണ്ട് പല കാര്യത്തിലും. പക്ഷെ ഇതൊന്നും പ്രകടിപ്പിക്കാൻ പറ്റുന്ന ജസ്റ്റേഴ്സോ ഒരു ആംഗ്യഭാഷയോ ഈ മനുഷ്യനില്ല. പാവത്താനാണ്. ആ ക്യാരക്ടറിനെ കൺസീവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല രൂപം മാറ്റങ്ങളിലേക്ക് വന്ന ഒരു ക്യാരക്ടറാണത്. എന്ന് വെച്ചാൽ വിജയരാഘവൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അതിനകത്തില്ല, ആ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ. നൈറ്റിലായോണ്ടാ ആ ജസ്റ്റേഴ്സ് നടപ്പ് ഒരു ഫ്രെയിമിലും ഔട്ടായിട്ടില്ല. ഈ മനുഷ്യൻ അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് ഒരു ക്യാരക്ടറായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നില്ല. ഇതിന് ചെറിയ ശ്രമം പോരാ. ഞാൻ മനസ്സിലാക്കുന്ന ഇതിനകത്തൊരു ഹോംവർക്ക് ഉണ്ടാവണം. ഹോംവർക്ക് അല്ല ഞാൻ പറഞ്ഞ, ഹോംവർക്ക് ഉണ്ട് ഡെഫിനറ്റ്ലി. പക്ഷെ അത് ഞാൻ പറഞ്ഞു ഇരുന്ന് ചിന്തിച്ചിട്ട് ഇപ്പം ഞാൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി മുറി പോയത് ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കുന്നതല്ല. അതെൻ്റെ യാത്രയിലോ ചിലപ്പോൾ ഞാൻ ബാത്റൂമിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ കുളിക്കുമ്പോഴോ അങ്ങനെ ഏതെങ്കിലും സമയത്താണ് ഓരോ ചെറിയൊരു സാധനം കിട്ടുന്നത്. ലീലയിലെ പിള്ളേച്ചെന്ന സാധനം എന്നോട് രഞ്ജിത്ത് വായിക്കാൻ പറഞ്ഞു ആ പുസ്തകം. ഞാനിത് ഓൾറെഡി വായിച്ചിട്ടുള്ള ഉണ്ണിയാർ അടുത്ത വീട് കുടമാളൂര്. ഞാൻ ഉണ്ണിയാർ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പൊ ഞാൻ രഞ്ജിത്തോട് ഞാൻ വായിച്ചിട്ടുണ്ട്. അല്ലടോ ഒന്നുകൂടെ വായിക്കും. അപ്പൊ ഈ കഥാപാത്രം എന്താണെന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ വായിക്കുന്ന കൊള്ളാം, ഇങ്ങനെ സിനിമയൊക്കെ ആയിരിക്കും നന്നായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച എങ്ങോട്ട് വായിച്ചിട്ട് നമ്മൾ പറഞ്ഞില്ല ഗംഭീരമായിരിക്കുന്നു. നിങ്ങൾക്ക് ഏതാ കഥാപാത്രം ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ ചോദിച്ചു. എനിക്ക് പിള്ളേച്ചനെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാനും അതിനെ വിചാരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മറ്റാരെ പറഞ്ഞു ബിജുവാണ് ചെയ്യുന്നത്. ഞാൻ വായിച്ച് പെട്ടെന്ന് തോന്നുന്നത് ഇയാൾക്ക് ഭാര്യയുണ്ട്, അവൾക്ക് ജോലിയുണ്ട്, ഒരു മോളേ ഉള്ളൂ, വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. ഇയാളുടെ അച്ഛനും ഇയാളുടെ അച്ഛനും ഒന്നിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കണക്ഷനാണ്. അപ്പോൾ ഇയാളുടെ പിന്നെ ഇയാൾക്ക് വീട്ടിൽ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലല്ലോ, ഒരു ഈസി ഗോയിങ്ങാണ്. പിന്നെ അത്യാവശ്യം പുള്ളി കള്ളു കുടിക്കണം, പിന്നെ പുള്ളിക്ക് ബാക്കി കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷെ ഇതൊക്കെ കാണുന്നതും ഇത് അറിയുന്നതും അങ്ങനെ നാട്ടിൻപുറത്തുള്ള ആൾക്കാർ എല്ലാം ദൂരെ നോക്കിന്ന് കാണുക, അതങ്ങനെ കണ്ട് സുഖാകുക, അങ്ങനത്തെ ഒരു സ്വഭാവം. അപ്പൊ ഇത് ഒരു ഈസി ഗോയിങ് ആണ്. അതാണ് നടപ്പിന്റെ ഒരു കൈ പുള്ളി ഇങ്ങനെ മാത്രം കൈ പോസ്റ്റ് ഇങ്ങനെ അത് ബാക്കിലോട്ടാണ്. ആ സ്വാർത്ഥതയുടെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് തോന്നി. അതായത് ഈ ഒരു പിന്നെ എപ്പോഴും പുള്ളി കൈ പുറകേക്കിടുന്ന വെച്ചാൽ മുന്നോട്ടെത്താലേ വല്ലതും ചെയ്യേണ്ടുള്ളൂ. ഇങ്ങനെ എടുത്ത് പുള്ളിക്ക് ഒന്നും ചെയ്യാൻ മടിയനാണ്, ബേസിക്കാണ് മടിയനാണ്. അങ്ങനത്തെ ഒന്ന് രണ്ട് കാര്യമാണ്. പിന്നെ ഈ മടി അതിന്റെ ഭാവം ഈസി ഗോയിങ് ആണ്. ഈ നടപ്പ് ഒരു ചാർലി ചാപ്ലിന്റെ നടപ്പിൽ കണ്ടിട്ടുണ്ട്. അതൊരു ഈസി ഗോയിങ് നടപ്പുണ്ട്. ഞാനത് വേറെ രീതിയിലാണ്, സ്വാർത്ഥതയുണ്ട് അതിനകത്ത്. ചാപ്ലിന്റെ നടപ്പത്തിനകത്തൊരു ഇന്നസെൻസ് ഉണ്ട്, ഓപ്പണാണ്. ഇതല്ല, ഇത് ഇയാളുടെ നടപ്പിനകത്ത് ഒരു സ്വാർത്ഥതയുണ്ട്. അതാ പുറകോട്ട് കൈവീശി നടക്കുന്നത്, പുറകോട്ടുള്ള പിടുത്തല്ലേ. അത് സ്വാർത്ഥതയുടെ ഒരു ലക്ഷണമായിട്ടാണ് ഞാൻ എങ്ങനെയോ മനസ്സിൽ കിടക്കുന്നത്. അല്ലായിരിക്കും അങ്ങനെ നടക്കുന്നതല്ല, സ്വാർത്ഥം വരാന്നല്ല. അപ്പം അങ്ങനെ ഒരു കാര്യം തോന്നി. പിന്നെ ഈ പറഞ്ഞില്ലേ ഇയാൾ മടിയനും മുണ്ട് രാവിലെ ഉടുത്ത് ഇങ്ങോട്ട് മടക്കി കുത്തി കെട്ടിക്കഴിഞ്ഞാൽ ഷർട്ട് പുറത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ മടക്കുത്ത് അഴിക്കാൻ പറ്റില്ല. മറ്റാണ് മടക്കുത്തണം, അഴിക്കണം, മുണ്ട് താഴ്ന്നു കിടന്നാൽ കൈ കൊണ്ട് പിടിക്കുകയൊക്കെ, ഇതൊന്നും വേണ്ട. കൈ കൃത്യമായിട്ട് ഇവിടെ മടക്കി വെച്ച് കഴിഞ്ഞാൽ സ്വസ്ഥം. അത് ഞാൻ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങളെ ഇവിടെ ഒരു ഓവർസിയർ ഉണ്ടായിരുന്നു, രാമക്ഷോളത്തേന്നുണ്ടായിരുന്നു. പുള്ളിയുടെ ഡ്രസ് കോഡ് ഇതാ, പുറത്തൂടെ ഷർട്ട് ഇട്ടേക്കും, ഇങ്ങനെ കുറയ്ക്കും. പിന്നെ പുള്ളിക്ക് വേറെ സംഭവം, അതാണ് എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയത്. അതെല്ലാം ഞാൻ എടുത്തില്ല. പുള്ളി ഈ ടവല് ഷർട്ടിൻ്റെ പുറകെ വയ്ക്കും. അന്ന് കണ്ടമാന എണ്ണ വെച്ചിട്ട് ഇത് ഇവിടെ മുഴുവൻ കോളറെ മുഴുവൻ അഴുകി ഇങ്ങനെ ചെളി പിടിക്കും. അത് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് വെക്കുന്നത്. ആ പുള്ളി മൂക്കിപ്പൊടി വലിക്കും. എന്നിട്ട് പുള്ളി പൊടി ഇങ്ങനെ എടുത്തിട്ട് എനിക്ക് വർത്താനം പറയാം. അപ്പോൾ വർത്താനം പറയുമ്പോഴത്തേക്കില്ല. അപ്പം സ്ഥിരം പൊടി വലിക്കുന്ന ആളായതുകൊണ്ട് മൂക്കിൻ്റെ അടപ്പുള്ളതുകൊണ്ട് ഇങ്ങനെ പൊടി എടുത്തിട്ട് വർത്താനം ചിരിക്കാൻ മുറുക്കുകയും ചെയ്യുക ആള്. ഈ പല്ലൊക്കെ മുറുക്കിയതിൻ്റെ കറയുണ്ട്. പൊടിയെടുത്ത് ഇങ്ങനെ സംസാരിച്ച് കിടക്ക് ഇങ്ങനെ പെട്ടെന്ന് രണ്ടു മൂന്ന് കുത്തുണ്ട് പുള്ളി, പ്രത്യേക രീതിയിലുള്ള വരിക. അത് വെച്ചിട്ട് പുള്ളി പെട്ടെന്ന് ഈ ടവലി എടുത്തിട്ട് ടവലെടുത്തിട്ട് ഇങ്ങനെ തൂത്തിട്ട് ടവൽ ഇവിടെ വയ്ക്കും. ഇതാണ് പുള്ളിയുടെ ഒരു, അത് നമുക്ക് വേറെ പുറത്ത് ചെയ്യാവുന്ന ചില സാധനം അത്. പക്ഷെ അത് ഞാനങ്ങ് കളഞ്ഞു. പൊടിവലി എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാകും. ഈ ക്യാരക്ടർ അത് വേണ്ട. അപ്പൊ അത്രയും സാധനങ്ങൾ നമ്മൾ കളയും.
എന്നിട്ട് പിന്നെ പുള്ളി ഈ നടപ്പും പുള്ളിയുടെ ഒന്നിക്കുന്നതൊന്നുമല്ല. സാറ് സംസാരിക്കുമ്പോൾ തന്നെ വോയിസ് കൾച്ചറിനെ കുറിച്ച് അച്ഛനും പറഞ്ഞിട്ടുണ്ട്. എന്താണ് വോയിസ് എന്ന് പറയുന്നത്? അപ്പം ഈ വോയിസ് കൾച്ചർ പഠിച്ചെടുക്കാൻ കുറച്ച് പാടുള്ള ഒരു പരിപാടിയാണ്. പക്ഷെ നാടകത്തിന്റെ ഒരു പ്രാക്ടീസ് കൊണ്ടായിരിക്കാം ആദ്യമേ മുതൽ തന്നെ വോയിസിനെ പറ്റിയിട്ടുള്ളൊരു ധാരണ നാടകത്തിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ളതാണ്. ഇത് നന്നായി ഉപയോഗിക്കാൻ കഴിഞ്ഞ ആർട്ടിസ്റ്റുകളൊക്കെ പലപ്പോഴും വിജയിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അക്കൂട്ടത്തിലാണ് വിജയരാഘവൻ ചേട്ടൻ ശരിക്കും ഒരു പ്രായമുള്ള ഒരാളാവുമ്പോൾ ആ പ്രായം നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ വോയിസ് കൾച്ചർ പഠിച്ചുകൊണ്ടാണ്. വോയിസ് എത്രത്തോളം ആർട്ടിസ്റ്റിക് ആയിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്, ഇല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ളൊരു പുറം രാജ്യങ്ങളിലൊക്കെ വോയിസ് കൾച്ചറിൽ മാത്രം പഠിക്കാൻ 2-3 വർഷത്തെ കോഴ്സ് ഉണ്ട്. നമ്മുടെ ഇവിടെ അഭിനയം എന്ന് പറഞ്ഞാൽ നേരെ സഞ്ജീവ് നോക്കി വെറുതെ അങ്ങ് പോകുന്നത് അങ്ങനെയല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. എനിക്ക് പല കാര്യങ്ങളും എനിക്ക് ഭയങ്കര സംശയം. എനിക്കിത് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാന്ന് എനിക്ക് പേടിയാ. ആദ്യത്തെ ദിവസം ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് പേടിയാ. അപ്പം എന്നോട് കുട്ടിയുടെ പേടിയുണ്ടോ? അപ്പം കൂടെയുള്ളൂ ഞാൻ സത്യം എനിക്ക് പേടിയാണ്. എന്നെ ടെൻഷനാണ് എനിക്കപ്പം ദേഷ്യം വരും. മേക്കപ്പ് മാനോട് ഞാൻ വഴക്കുണ്ടാക്കും. അത് ശരിയല്ല ഇത് ശരി എന്ന് വെച്ചാൽ എൻ്റെ ഇറിറ്റേറ്റഡായി ഞാൻ. എനിക്ക് അതൊന്നും ആയി കിട്ടാൻ വേണ്ടിയുള്ള എൻ്റെ കുഴപ്പം ഞാൻ പലരിലേക്കും ചാരുന്നതാണ്. അവനെ കുറ്റം ഇവനെ ഡ്രസ് ഇങ്ങനെയല്ല, ഇതൊന്നും ശരിയായി കിട്ടാനുള്ള എൻ്റെ കുഴപ്പമാണത്. അവർക്ക് എൻ്റെ കൂടെയുള്ള പിള്ളേർക്കൊക്കെ അറിയാം ഇതിൻ്റെ. നാടകത്തിൽ 90% നാടകം എന്ന് പറയുന്ന സംഭവം നമ്മൾ ഇത് 100% ശരിയെന്നല്ല, 90% അതിൻ്റെ ഒരു വേറെ രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ശബ്ദ നിയന്ത്രണം കൊണ്ടാണ് നാടകം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. നമ്മളൊരു 3 റോയ്ക്ക് അപ്പുറം ഇരിക്കുന്നതിന് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ കാണാൻ പറ്റില്ല. നമ്മുടെ കണ്ണു നിറയുന്നതോ ഒന്നും. പിന്നെ ശബ്ദം കൊണ്ടാണ് നമ്മൾ അത് എത്രമാത്രം ശബ്ദ നിയന്ത്രണം നമുക്ക് സാധിക്കുന്നു അത്രമാത്രം പ്രേക്ഷകരെ വിശ്വസിപ്പിക്കാൻ പറ്റും. ഫേഷ്യൽ എക്സ്പ്രഷൻ അത്രയും അവിടെ പ്രകടമായാലും അവർക്ക് കാണാൻ പറ്റില്ല, അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റില്ല. ഒരു 5 റോ 6 റോ കഴിഞ്ഞാൽ അവന് അറിയില്ലല്ലോ നമ്മുടെ മുഖത്തെ മൈന്യൂട്ട്സ് എന്താണുള്ളത്. സിനിമ അതല്ലല്ലോ. സിനിമ നമ്മുടെ കണ്ണിലൊരു തിളക്കം ഉണ്ടായാൽ പോലും സിനിമയെ മനസ്സിലാവും. അത്ര ക്ലോസ് ആയിട്ട് വയ്ക്കരുത്. അപ്പം ഇതിന് നടനെ സംബന്ധിച്ച് അവൻ വോയിസ് കൾച്ചറിൽ നല്ല പോലെ അതിനെപ്പറ്റി കൺട്രോളുള്ള ഒരുത്തിന് മാത്രമേ നല്ല വ്യത്യസ്തമായ കഥാപാത്രം ചെയ്യാൻ പറ്റൂ. ഏറ്റവും വലിയ ഉദാഹരണം തിലകൻ ചേട്ടൻ്റെ ശബ്ദ നിയന്ത്രണമാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു ആക്ടർ എന്നുള്ളതിന്. അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്ലസ് സൗണ്ട് മോഡുലേഷനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ക്യാരക്ടേഴ്സ് സൃഷ്ടിച്ചിരിക്കുന്നത് പോലും അങ്ങനെയാണ്. അല്ലാതെ വലിയ ബോഡി ലാംഗ്വേജ് ഭാഗം കൊണ്ടല്ല. പ്രത്യേകം നടപ്പൊക്കെ പുള്ളി ഒരു പ്രത്യേക രീതി തന്നെ. ശബ്ദ നിയന്ത്രണം തിലകഞ്ചനെ വെട്ടാൻ ആരുമില്ല, അത്ര ഗംഭീരമാണ്. അത് നാടകത്തിൽ നിന്നുള്ളതാണ്. ഈ പറഞ്ഞ നാടകത്തിൽ നമ്മൾ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രഹസ്യമാണ് പറയുന്നത്. ഇത് അങ്ങനെ അറ്റത്തിരിക്കുന്നവരും കേൾക്കണം. 8 നാടും പൊട്ടേ വിളിച്ചു പറയുന്നത്. അപ്പൊ അതിനകത്തുള്ള ഭാവം ഉണ്ടാവണം ശബ്ദത്തിൽ ആ ഭാവം ഉണ്ടാവണം. അറ്റ് ദ സെയിം ടൈം അത് ഒരു രഹസ്യമാണെന്ന് തോന്നണം. വിളിച്ചു പോകുന്ന ഡയലോഗുകളല്ല ഞാൻ പറഞ്ഞത്. അല്ലാത്തതൊക്കെ ഒരു കൊച്ചുകുട്ടിയൊക്കെ നമ്മൾ കൊച്ചുകുട്ടികളായി സംസാരിക്കുമ്പോൾ തൊണ്ടെന്നാ സംസാരിക്കും. അമ്മ അച്ഛ വാഗണ്ട സംസാരിക്കും, ഇവിടെ കൊണ്ടാ സംസാരിക്കുന്നത് കുട്ടികൾ. അത് പ്രായമായി വരുംതോറുമാണ് ശബ്ദം മാറി മാറി ഇങ്ങോട്ട് വരുന്നത്. പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ ശ്രദ്ധിച്ചില്ല, 10-12 വയസ്സൊക്കെ ആകുമ്പോൾ ശബ്ദം മാറുന്നു, വോക്കൽ കോഡൊക്കെ കുറച്ച് ഇതാകുന്നു, അവൻ്റെ ശബ്ദം പുരുഷ ശബ്ദമാകുന്നു. ഹോർമോൺ ചേഞ്ചസിനെ ആയിരിക്കും. അപ്പം ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് അവൻ്റെ ശബ്ദം മാറി പുരുഷ ശബ്ദമാകുന്നത്. അപ്പോൾ അതോ ശബ്ദം നമ്മുടെ റിസോണൻസ് ഉണ്ടാകുന്ന ശബ്ദത്തിന്. ശബ്ദം നമുക്ക് ഇവിടുന്ന് മാത്രമല്ല തൊണ്ടേന്ന്. അതുപോലെ ബ്രീത്തിങ് വ്യത്യാസം ഉണ്ടാകും. ഓരോ കഥാപാത്രം ബ്രീത്ത്. ഇപ്പം ഞാൻ പ്രായമാകുമ്പോഴും ഇപ്പം ഞാനിപ്പം അപ്പൂപ്പനായിട്ട് അഭിനയിച്ചപ്പോൾ ഇത്രയും ഇതിനകത്താണ് ഉള്ളിലെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം സംസാരിക്കുമ്പോഴാണ് അതങ്ങനെ ഉണ്ടാവും. മനസ്സിലായി? അപ്പുപിള്ളക്കല്ല, അപ്പുപിള്ള കുറച്ചുകൂടെ ഒരു പരിഭ്രമം ഉണ്ട്. പരിഭ്രമം ഉള്ളിലുള്ള പരിഭ്രമം ആരെയും കാണിക്കുന്നുമില്ല. അപ്പം അത് ഇല്ല എന്നുള്ളതിന് തന്നെ ഒറ്റ ബ്രീത്തിന് ഉള്ളിൽ ആണോ ഇല്ല അറിയാൻ മേല പറഞ്ഞില്ലേ, ഇത്തരം കൊണ്ടായാലും ബ്രീത്ത് പോവുക. മറ്റേ സാധാരണ ഇല്ല പറഞ്ഞില്ല എന്താ എനിക്ക് എന്താ വേണ്ട, പിന്നെ എൻ്റെ ബ്രീത്ത് പിന്നെ ബാക്കിയുണ്ട്. എനിക്ക് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു കുറേ നേരം ഒരു ബ്രീത്ത് കൊണ്ട് സംസാരിക്കാൻ പറ്റും. അപ്പുപിള്ളയ്ക്ക് പറ്റില്ല. അതാണ് അയാളുടെ പ്രശ്നം. എന്തുകൊണ്ട് അയാളുടെ ബ്രീത്ത് വ്യത്യാസം. അപ്പം ഞാൻ ഇങ്ങനെ മൈന്യൂട്ട്സ് തന്നെ എല്ലാം മാറണം. നമ്മളുടെ ഈ പറഞ്ഞ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് അത് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാനിത് അപ്പുപിള്ള ഇങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടല്ല. ഞാൻ പിന്നീട് അതിനെപ്പറ്റി ഞാൻ ആലോചിക്കും എന്തൊക്കെയാണ് അതിനകത്തുണ്ടായ മാറ്റങ്ങൾ എന്നൊക്കെ. അപ്പം ഞാൻ സ്വയം എന്നെ വിമർശിക്കും.
ഞാൻ അതിനെപ്പറ്റി ആലോചിക്കാറുണ്ട്. അപ്പോൾ എന്തായിരുന്നു മറ്റേ ക്യാരക്ടർ എന്തായിരുന്നു, അങ്ങനെ ഞാൻ ആലോചിക്കുമ്പോഴാണ് ദേശാടൻ എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചപ്പോൾ എനിക്ക് അതിനകത്തൊരു ഞാനെനിക്ക് ആദ്യം എന്നോട് ജയരാജ് അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറ്റുന്ന ആളോ അത് എന്ന് വെച്ചാൽ അന്ന് ഞാൻ കുറേ മസിലൊക്കെ ഉള്ള ഈ ഉള്ള ശരീരം, പിന്നെ അന്നാലും 8 ഇടിയും അങ്ങനെയൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലൂടെ അവിടെ ഞാൻ വരുന്നത് ഹാർബർ എന്നുള്ള സിനിമയുടെ സെറ്റിൽ നിന്നാണ് വരുന്നത്. ഹാർബറിനകത്ത് 8-10 ഫൈറ്റ് ഉണ്ട് അതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു ജയ എനിക്ക് നല്ല കുട്ടിയുടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഡെഫിനറ്റ്. അപ്പം ജയൻ ഷൂട്ടിങ് വരെ ഉറപ്പിച്ച് വെച്ച് എന്താ എന്നെ വിളിക്കുന്നത്, അത് വേറെ സംഭവമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇത് തീർന്നിട്ടേ വരാൻ പറ്റുള്ളൂ, ചെയ്യണം ഫിക്സ് ചെയ്ത ശേഷം പിറ്റേ ദിവസം ഞായറാഴ്ച, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അതായത് ഒരു മനോരമയുടെ പത്രത്തിൻ്റെ ഒരു സെൻട്രൽ പേജിൽ കോട്ടക്കൽ ശിവരാമൻ എന്ന് പറഞ്ഞ കഥകളി നടൻ്റെ അദ്ദേഹത്തിൻ്റെ 60ാം പിറന്നാളാണ്. അതിൻ്റെ ഒരു സ്പെഷ്യലാണ്, സ്പെഷ്യൽ എഡീഷൻ ഉണ്ട് അങ്ങേരെ പറ്റിയുള്ള. അപ്പം അങ്ങനെ കുറേ ഫോട്ടോസ് ഉണ്ട്. അതിനകത്ത് എന്നെ പെട്ടെന്ന് അട്രാക്ട് ചെയ്ത ഫോട്ടോ ഇങ്ങനെ മഹാത്മാഗാന്ധി ഇരിക്കുന്നില്ലേ സൈഡ് കഴിഞ്ഞിട്ട് കൈ കുത്തിയിട്ട്, മഹാത്മാഗാന്ധി പോസ്റ്റർ അതുപോലെ ഇങ്ങനെ കൈ കുത്തിയിട്ട് ചെരിഞ്ഞ് ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഇങ്ങനെ ഒരു രുദ്രാക്ഷത്തിൻ്റെ മാലയും പിന്നെ ആ ഫോട്ടോ പെട്ടെന്ന് എനിക്ക് എന്തോ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇതുവരെ കണ്ടില്ല, അങ്ങനെ ഭരിക്കുന്നവരെ ഞാൻ കണ്ടില്ല അങ്ങനെ, കാരണം ഫോട്ടോസ് കണ്ടല്ലോ. അവിടെയാണ് എനിക്കൊരു എന്തോ ഒരു തോന്നലുണ്ടായി. അപ്പൊ കഥകളി, പിന്നെ കഥകളി നടന്മാരായ കൊടമാളൂർ കരുണാകരൻ സാറ് ഇവിടെ തൊട്ടടുത്താണ്, എനിക്ക് അദ്ദേഹത്തെ അറിയാം, അച്ഛനുമായിട്ട് വലിയ സുഹൃത്തുക്കളാണ്. കലാമണ്ഡലം കൃഷ്ണനായർ സാറ്, അതൊക്കെ അദ്ദേഹം അച്ഛനുമായിട്ട് സംസാരിക്കാൻ കണ്ടിട്ടുണ്ട്. അച്ഛനും കഥകളി ഇല്ലില്ല, അച്ഛൻ കഥകളി പക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ട്, കഥകളെ കുറിച്ച് അറിയാം. അപ്പൊ ഈ കൃഷ്ണനായർ സാർ അച്ഛനോട് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ണ് സാധകം മാത്രം, പുള്ളി ഏകലോചനം ചെയ്യുന്ന ഒരു നടൻ അദ്ദേഹം ഉള്ളൂ എന്നാ പറയാ. ഒരു കണ്ണിൽ ഒരു ഭാവവും മറ്റു മുഖത്ത് വേറെ ഭാവവും വരുന്ന അഭിനയം, അത് വളരെ അനായാസമായിട്ട് വരുമായിരുന്നു അദ്ദേഹത്തിന്. ഈ കണ്ണിനകത്ത് വെളുപ്പിനെ ഇങ്ങനെ കണ്ണ് തുറന്നിട്ട് ആശാൻ വന്ന് വെണ്ണ കണ്ണിനകത്തിടും, എന്നിട്ട് ഇങ്ങനെ കണ്ണ് കറക്കും, ഇങ്ങോട്ട് കറക്കും അങ്ങോട്ട് കറക്കും, അങ്ങനെ ഇത് തന്നെ 3 വർഷം നിരന്തരമായ പരിശ്രമം കൊണ്ടാണ് ഈ കണ്ണ് സാധകം ചെയ്യുന്നത്, കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ. അപ്പോൾ ഓരോ കണ്ണുകൊണ്ടുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന അതുകൊണ്ടാണ്. അപ്പോൾ ഇത് എത്രമാത്രം അതിനകത്തൊരു അധ്വാനമുണ്ട്, അതൊരു ഡെഡിക്കേഷനുണ്ട് ഒരു കഥകളി നടനാവണമെങ്കിൽ. പിന്നെ ഈ ശ്ലോകങ്ങൾ മുഴുവൻ പഠിക്കണം, ഈ പുരാണ കഥകൾ മുഴുവൻ പഠിക്കണം, താളം അറിഞ്ഞിരിക്കണം, പാട്ടുകളെല്ലാം അറിഞ്ഞിരിക്കണം, രാഗങ്ങൾ അറിഞ്ഞിരിക്കണം, ഇങ്ങനെ. പിന്നെ ഈ മുദ്രകളും ചവിട്ടുമായിട്ട് വ്യത്യാസമുണ്ട്. ആ മുദ്രകൾക്കനുസരിച്ചായിരിക്കും ചവിട്ട് വേറെ ആയിരിക്കും, വേറെ താളത്തിലായിരിക്കും ചവിട്ട് വരുന്നത്, മുദ്രകൾ വേറെ താളത്തിലായിരിക്കും. ഇതിന്റെ ഇത്രയും വലിയ മഹത്തരമായ ഒരു സാധനം ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ. എനിക്കിതിന്റെ ABCD അറിയാൻ പറ്റില്ല. പിന്നെ ഞാനങ്ങനെ കഥകളി ഇതാണ് എന്നെ ആദ്യമായിട്ട് ചോദ്യം ഞാൻ തന്നെ താൻ. അപ്പം പിന്നെ ഞാൻ ഇയാളൊരു പതിസ്ഥനായിരിക്കും, അതായത് കുറേ വർഷങ്ങൾ ഇതിനു വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന വളരെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും വർഷങ്ങൾ ഇങ്ങനെ ചവിട്ടി തിരുമ്മൽ, പിന്നെ ഇതിന് പഠിക്കുക, വായിക്കുക, അങ്ങനെ മൊത്തത്തിലൊരു പതിസ്ഥനാകും. അപ്പോൾ നായുടെ നടപ്പിലൊക്കെ ഇതാണ് ഞാൻ എൻ്റെ ബേസ്. അപ്പോൾ ഞാൻ ആ നിളയെ കൂടെ നടക്കുമ്പോഴൊക്കെ ആ നടപ്പുണ്ട്, കുട്ടിയെ കൊണ്ട് പോകുമ്പോഴും അതാണ് അതിനകത്ത് വേറെ ഒന്നുമല്ല. അല്ലാതെ എനിക്ക് കഥകളി അറിയാവും, കഥകളി ഉണ്ടല്ലോ. അപ്പോൾ കഥകളി നടൻ അങ്ങനെ ആയിരിക്കണം മൊത്തത്തിലുള്ള ലൈഫ് എന്നുള്ള ഒരു അത് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ വന്നോളും. അതിനുവേണ്ടി പിന്നെ അഡീഷണൽ ആ ഒരു ബോധം നമ്മളുണ്ടാകുക. അതായത് പറഞ്ഞു എൻ്റെ മനസ്സാണ്, ആ ബോധം നമ്മൾ സൃഷ്ടിച്ചാൽ മതി, അത് നമ്മൾ ഉണ്ടാക്കിയാൽ മതി. അതുണ്ടായി കഴിഞ്ഞാൽ തന്നെ വരും. തീർച്ചയായിട്ടും ശങ്കരൻ ശ്രദ്ധിക്കപ്പെട്ട ക്യാരക്ടർ തന്നെയായിരുന്നു. പക്ഷെ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. ആ സിനിമയിൽ ഒരുപക്ഷെ വിജയരാഘവൻ ചേട്ടന് ഒരു അവാർഡ് കൂടെ കിട്ടണമെന്നുള്ളൊരു മോഹം പലർക്കും ഉണ്ടായിരുന്നു. ചേട്ടൻ എങ്ങനെയായിരുന്നു സങ്കല്പിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, സന്തോഷം തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ കാര്യം പറഞ്ഞാൽ എന്തറിയാം, ഈ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ചില സമയമുണ്ട്. ഞാൻ ചേറാടിക്കറി അഭിനയിച്ചപ്പോൾ അതിന് ക്രിട്ടിക്സ് അവാർഡ് കിട്ടി. അപ്പം എല്ലാം ഉത്തോണം ക്രിട്ടിക്സ് അവാർഡ് കിട്ടണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുമല്ലേ. അതിനു മുമ്പൊന്നും നമുക്കൊന്ന് അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലില്ല. ഇതൊക്കെ വളരെ അകലെയുള്ള സാധനമായിട്ടാണ് കാണുന്നത്. കിട്ടുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ദേശാടനം, കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. പിന്നെ ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന്, എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന്. ദേശാടനത്തിന് കിട്ടിയിട്ടില്ല എന്നൊക്കെ ഇപ്പം ചോദിക്കാറുണ്ട് പലരും. ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ ഒരു ആഗ്രഹിച്ചിരുന്ന സമയമുണ്ട്. അപ്പം കിട്ടാത്ത പിന്നെ നമുക്ക് അതിനെപ്പറ്റി അത് നമ്മുടെ വിഷയമേ അല്ല. അതാണ് അത് നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യമേ അല്ല. പിന്നെ അതിനപ്പുറമായിട്ട് പ്രേക്ഷകൻ നമ്മളെ അത് പറയുകയും കിട്ടേണ്ടതായിരുന്നു എന്ന് പറയുകയും അതൊരു വലിയ കിട്ടൽ പോലെ തന്നെയാണ്.
നിങ്ങൾ ഡിസർവിങ് ആണെന്ന് ഒരു 5 പേര് അല്ലെ 10 പേര് കമ്മിറ്റി തീരുമാനിക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് പ്രേക്ഷകൻ നമ്മളോട് ഇത് ചെയ്യല്ലേ. ഇപ്പം കിഷ്കിന്ധാകാന്ഡം സിനിമ വന്നിട്ട് തന്നെ എത്രയോ പേരാ വിളിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ, അതിനേക്കാട്ടിലും വലിയ അവാർഡ് എന്താ ഉള്ളത്? അപ്പം ഞാൻ പറഞ്ഞത് അതിനെ പുച്ഛിച്ചോണ്ട് പറയല്ല, മോശമായിട്ടല്ല ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയമുണ്ട്. ആ പ്രതീക്ഷിക്കുന്ന സമയത്ത് അതില്ലെങ്കിൽ പിന്നെ നമുക്ക് വലിയൊരു ഇത് തോന്നുകയല്ല. എന്നെ സംബന്ധിച്ചാൽ പറയാം, അത് മോശം എന്നല്ല പറയാം. ഇപ്പം ഒരു കുട്ടി ഒരു പൂച്ചണ്ട് തരുന്നത് പോലും എനിക്ക് ഭയങ്കര സന്തോഷം. ഇപ്പം ഒരാൾ അതിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ? സന്തോഷമില്ലെന്നല്ല, അപ്പോൾ ആളെന്നൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യത്തിന്. പക്ഷേ അതിനെപ്പറ്റി അങ്ങനെ ഒരു എനിക്ക് കിട്ടിയപ്പോൾ എനിക്കറിയാം. അന്ന് രാവിലെ എന്നെ വിളിച്ചു, എൻ്റെ മോനെ വിളിച്ചു, ഞാൻ UK-ലായിരുന്നു. പറഞ്ഞപ്പോൾ എനിക്ക് സംഭവം തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനത് അതിനെ മോശമായിട്ട് പറയല്ല, കിട്ടിയ എന്നൊരു തോന്നൽ വന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല. ചിലപ്പോൾ പണ്ടായിരുന്നു, ചിലപ്പോൾ തോന്നിയേനെ. പിന്നെ ഈ പ്രായമൊക്കെ ആയില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കും. കുറച്ചുകൂടെ പുറകോട്ട് പോയായിരിക്കും ഞാൻ ഈ ചേറാടിക്കറിയ. സത്യത്തിൽ നമ്മളിപ്പം നടേശ കൊല്ലണ്ട എന്ന് പറയുന്ന ഡയലോഗിന്റെ മോഡുലേഷനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതൊരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള മോഡുലേഷൻ ആയതുകൊണ്ടാണ് അവിടെ അത് ഫിറ്റ് ആവുകയും ഇക്കാലഘട്ടത്തിൽ നമ്മൾ ട്രോളാക്കുകയും ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു ലൗഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു കറിയൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കറിയെ ഓർത്തത്. അത്തരം ഒരു സിനിമയിൽ അത്തരത്തിലുള്ള പെർഫോമൻസ് വന്നേക്കാം. പക്ഷെ കറിയ വീണ്ടും വ്യത്യസ്തമായി. നമ്മൾ ഈ ട്രോളും പോലെ തന്നെ കറിയെ നമ്മളല്ലാതെ മനസ്സിലാക്കുന്നുണ്ട്. കറിയുടെ ഒരു ക്യാരക്ടറും മാനറിസും ഒക്കെ അത് കുറച്ചുകൂടെ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് നമ്മളൊന്ന് ഇളകി പെർഫോം ചെയ്യുന്ന അജു ഒക്കെ പറയില്ലേ, അതേപോലെ ഒരു ഇളകി പെർഫോമൻസ് ആയിരുന്നില്ല അന്ന് മനസ്സിലായി. അതെ, അതിനകത്തൊരു അന്നത്തെ ഒരു എൻ്റെ പ്രശ്നം വെച്ചാൽ, ഞാൻ അന്ന് വരെ എന്നെ ആൾക്കാർ കാണുന്നത് ഈ പറഞ്ഞ സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ടും സുരേഷ് ഗോപി. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പണ്ട് അങ്കിളിൻ്റെ അച്ഛൻ്റെ പടം കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ അച്ഛനെ പിള്ളേരൊക്കെ തല്ലാൻ വരുമ്പോൾ ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കും. അപ്പോഴും അങ്കിള് വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സമാധാനമാണ്. അപ്പോൾ അങ്കിളുണ്ടല്ലോ എന്ന്. അപ്പം അവനോട് ഈയിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയായിരുന്നു പ്രേക്ഷകരെന്ന് കണ്ടത്. അങ്ങനെയുള്ള ഒരു ഇമേജ് മീൻസ് അങ്ങനത്തെ ഒരാളായിട്ട് എന്നെ പ്രേക്ഷകൻ കാണുന്നത്, ആ പ്രായവും ഒക്കെ. അപ്പം അങ്ങനത്തെ ഒരാൾ പെട്ടെന്ന് ഇയാളാണ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ മേക്ക് ബിലീഫാണല്ലോ ഈ സിനിമ, അഭിനയം, ക്യാരക്ടർ എന്ന് മേക്ക് ബിലീഫാണ്. അതാണെന്ന് നമ്മൾ തോന്നിപ്പിക്കുക. സ്റ്റേജിൽ ആ കുഴപ്പമില്ല. നാടകം കാണാൻ വരുന്ന പ്രേക്ഷകൻ വെറും ബ്ലാങ്ക് ആയിട്ടാണ് വരുന്നത്. അവനാ അവിടെ വരുന്ന കഥാപാത്രത്തെ കാണുന്നുള്ളൂ. പിന്നെ ആ കഥാപാത്രത്തിൻ്റെ വളർച്ച എല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുക. അതൊരു ഗ്രാജുവൽ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ കണ്ടിന്യൂഷൻ ഉണ്ട്, ഇമോഷണൽ കണ്ടിന്യൂഷൻ ഉണ്ട്. ആ ക്യാരക്ടറിൻ്റെ വളർച്ച ഇതെല്ലാം പ്രേക്ഷകൻ നേരിട്ട് കാണും. അപ്പോൾ പ്രേക്ഷകൻ വിശ്വസിപ്പിക്കാൻ എളുപ്പമാണ്. സിനിമയിലല്ല, സിനിമ നടന്നുള്ള ഇമേജും കൂടെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആദ്യം അഭിനയിക്കുന്ന ഒരാളായിരിക്കണം. അപ്പോൾ ആ ഇമേജിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ശരിക്കും പറഞ്ഞാൽ. അന്നേരം ശരിക്കും ഇപ്പം ഞാൻ പറയുന്നു, അത് ചെറിയ ഓവർഡൂ ഉണ്ട് അതിനകത്ത്, ശകലം. എന്ന് വെച്ചാൽ അയാൾ അങ്ങനെയാണെന്ന് വിശ്വസിക്കണമെങ്കിൽ അയാളെ നമ്മൾ സ്വപ്പം ഒരു പെർഫോമൻസ് ചെയ്യണം. എങ്കിലേ അയാൾ അങ്ങനത്തെ പെർഫോമറാണ്. അയാളെ വന്ന് അയാൾക്ക് സുരേഷ് ഗോപിയുടെ ഒക്കെ അടുത്ത് വന്നിട്ട് അയാൾ ഇത് എന്താ എന്താളേക്കൊക്കെ വിളിച്ചു. അയാളുടെ വലിപ്പമൊന്നുമല്ല അയാൾക്ക്. അയാളുടെ കണ്ണിൽ സുരേഷ് ഗോപി കുത്തുമ്പോൾ അയാളെ സ്പിങ്ഡർ മസിൽ ലൂസായിട്ട് മൂത്രം പോകും. പക്ഷെ എന്നാലും അയാൾ പറയില്ല. അത്ര സ്തബോൺ ക്യാരക്ടർ. അത് വിശ്വസിപ്പിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഒരു ആട്ടം വേണം. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണോ ഒബ്സർവ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. ന്യൂഡൽഹിയാണ് ഒരു ബ്രേക്ക്. അതിന് മുമ്പ് ഉയരും ഞാൻ നാടക എന്ന് പറയുന്ന സിനിമയിൽ ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള വേഷം ചെയ്തിട്ടുണ്ട്. ഈ നമ്മൾ ഫസ്റ്റ് സിനിമ മുതൽ ഇങ്ങോട്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ പലതരത്തിലുള്ള ശ്രദ്ധിക്കപ്പെട്ട വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ന്യൂഡൽഹി എന്ന് പറയുന്നത് നമ്മുടെ സിനിമാ ചരിത്രത്തിലെ ഒരു ബ്രേക്ക് ആയിരുന്നു. മമ്മൂക്കെ ഇന്നത്തെ മമ്മൂക്കയാക്കുന്നതിൽ ആദ്യത്തെ സിനിമ ഡെന്നീസ് ജോസഫ് ജോഷി എന്ന് പറയുന്ന കൂട്ടുകെട്ടിന്റെ, അതായത് അപാരമായിട്ടുള്ള സിനിമകൾ തന്നിട്ടുള്ള ഒത്തിരി സിനിമകൾ ഹിറ്റുകളുണ്ട്. പക്ഷെ ഡൗൺഫോൾ വന്നിട്ട് അന്നേരം ജോഷിയുടെ പടങ്ങൾ കുറച്ച് മോശമായി, ജൂബിലിയുടെ പടങ്ങൾ മോശമായി, മമ്മൂട്ടിയുടെ പടങ്ങൾ മോശമായി നിൽക്കുന്ന സമയത്ത് ഡെന്നീസിന്റെ പടങ്ങൾ മോശമായി. ന്യൂഡൽഹി അങ്ങനെയാണെങ്കിൽ ഒരു ബ്രേക്ക് ആയിട്ട് കരുതാമോ? അല്ല, എന്നെ സംബന്ധിച്ച ന്യൂഡൽഹി ബ്രേക്കാണ്. ബ്രേക്ക് എന്ന് വെച്ചാൽ ഉയരഞ്ഞ നാടാകെ ഈ ശബ്ദം പ്രേക്ഷകൻ അന്ന് ഏറ്റവും മെയിൻ വില്ലൻ ഞാനാണ്. അപ്പോഴൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചു. അതാണ് ഏറ്റവും ആദ്യമായിട്ട് എനിക്കൊരു മൊമെൻ്റ് കിട്ടിയത്. 100 ദിവസവും എൻ്റെ ഓടി അങ്ങനെ. അപ്പം അന്നൊക്കെ ശ്രദ്ധിച്ചു. പക്ഷേ ന്യൂഡൽഹി എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഇപ്പം ഇന്നും ന്യൂഡൽഹിയെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ചാനലുകളിൽ ഏറ്റവും കൂടുതൽ പ്രദർശിപ്പിക്കപ്പെട്ട സിനിമ അതായിരിക്കും. ന്യൂഡൽഹി, കിലുക്കം, കിരീടം, അങ്ങനെ കുറേ സിനിമകളുണ്ട്. അതിപ്പോഴും ആൾക്കാർ കാണാൻ തയ്യാറായിട്ടില്ല, ഇപ്പോഴും ഫ്രഷാണ്. അപ്പം അങ്ങനെ സിനിമയുടെ ഭാഗമായി. മാത്രമല്ല അത് തെലുങ്ക്, ഹിന്ദി, കന്നഡ ഈ എല്ലാ ഭാഷയിലും അഭിനയിക്കാൻ പറ്റി. തെലുങ്കിലെ കൃഷ്ണംരാജു ആയിരുന്നു മമ്മൂട്ടിക്ക് പകരം, കന്നഡത്തിലെ അംബരീഷ്, അങ്ങനെ ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റി. പിന്നെ ജിതേന്ദ്ര ആയിരുന്നു ഹിന്ദിയിൽ.
അപ്പോൾ ഇതെല്ലാം 4 ഭാഷയിൽ അഭിനയിക്കാൻ പറ്റി, അതൊക്കെ ഒരു വലിയ കാര്യമല്ലേ. അപ്പോൾ അന്ന് മുതൽ ഈ പറഞ്ഞ പോലെ അല്ല അതിനു മുമ്പ് ഈ പറഞ്ഞ പോലെ ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. സിനിമ ഫുൾ ടൈം സിനിമയല്ല. സിനിമയുണ്ടെങ്കിൽ സിനിമയിൽ പോയി അഭിനയിക്കും, ഇല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിക്കും. പിന്നെ തിരക്കായതാണ് നോഡിലേക്ക് ശേഷം. എനിക്കിഷ്ടമുള്ള റാംജിറാവു സ്പീക്കിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ക്യാരക്ടേഴ്സും നായക കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാനുണ്ട്. പക്ഷെ റാംജിറാവുലേക്ക് എത്തുമ്പോൾ റാംജിറാവു വേറൊരു ജോണറിന്റെ തുടക്കമാണ്. ഒരു കാരിക്കേച്ചർ സ്വഭാവമുള്ള, നമ്മളെ ചിരിപ്പിക്കുന്ന. അപ്പോൾ പിൽക്കാലഘട്ടത്തിൽ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള മേലെപ്പറമ്പിൽ ആൺവീടിലേക്ക് വരുന്ന ഒരു ക്യാരക്ടർ, ഒരു സാധനമുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റാംജിറാവുവിലെ ഒരു കാരിക്കേച്ചർ ഇല്ലേ, അതൊരു രസമുള്ളൊരു പരിപാടിയാണ്. My name is Ramji Rao. അന്ന് നമ്മൾ അയാളെ കണ്ടത് 2 തരത്തിലാണ്. ഒന്ന് സീരിയസ് ആയിട്ട് കണ്ടിട്ടുണ്ട് ആ ക്യാരക്ടർ വരുന്ന സമയത്ത്. പക്ഷെ പിൽക്കാലഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടത് കോമിക് ക്യാരക്ടറായിട്ടാണ്. അതൊരു ക്യാരക്ടർ അല്ല, കാരിക്കേച്ചർ. ഒരു കാർട്ടൂൺ വരയ്ക്കില്ലേ എന്ന് കാരിക്കച്ചറിങ്ങാണ്. അതിനകത്ത് ഈ പറഞ്ഞ വേഷം, അതായത് റാംജി റാവു എന്ന് പറഞ്ഞ ഒരാൾ അന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് ഇവിടെ അങ്ങനെ ഒരാളുണ്ടോ? അന്ന് ഇവിടെ ബംഗാളികളും ബീഹാറികളും ഒന്നും വന്നിട്ടില്ല. വരാത്തൊരു കാലമാണ് റാംജി റാവു. അപ്പോൾ പുറത്തുള്ള ഒരാളാണ്. അപ്പോൾ എങ്ങനെയോ, അപ്പോൾ അന്ന് ഞാൻ അയാളെപ്പറ്റി ഒരു നല്ല അജാനബാഹു മനുഷ്യനായിരിക്കും. അപ്പോൾ എനിക്ക് അത്രയും പൊക്കമില്ല എന്നൊക്കെ എനിക്ക് തന്നെ എന്നെപ്പറ്റി. അപ്പം ഞാൻ ഈ പറഞ്ഞ എപ്പോഴും ഞാൻ എന്നെപ്പറ്റി ആലോചിക്കും. അപ്പം എനിക്ക് പറ്റുന്ന രീതിയിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലോങ് ഫേസ് ആവണം, ഒരു കൃതാവും ഇവിടെ നീട്ടിക്കഴിഞ്ഞാൽ മുടി കുറച്ച് പുറകോട്ട് വടിച്ച് പറ്റ ചെയ്യപ്പോൾ ലോങ് ഫേസ് ആയി. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് ആ ഫിഗർ കിട്ടുന്നത്. ആ ഫിഗറാണ് ഒരു, പിന്നെ അത് അതിൻ്റെ ഒരു ഇമോഷണലായിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല അതിനകത്ത്. ഒരു അഭിനേതാവിൻ്റെ അഭിനയ പ്രകടനങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളത് ശബ്ദ നിയന്ത്രണത്തിൽ കൂടെയുള്ള മാത്രമേ ഹ്യൂമർ ഉണ്ടാകുന്നത്. ഇപ്പം നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതൊക്കെ ശബ്ദ നിയന്ത്രണത്തിലാണ്. ഓഫ് ചെയ്തു എന്നൊക്കെ പറയുന്നില്ല, അപ്പോഴാണ് ഹ്യൂമർ ഉണ്ടാകുന്നത്. അതിൻ്റെ ഏറ്റവും അത് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെയും അവരുടെ ഡയറക്ടറുടെയും എടുക്കാണ് അവിടെ ആ ഹ്യൂമർ ഉണ്ടായത്. ഇത്രയും വലിയൊരു വില്ലൻ എന്ന് പറഞ്ഞ പുള്ളി മൂത്രത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് വലിയൊരാളെന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു പൊട്ടൻ, ഈ ഒരു മണ്ടനും കൂടെ ഉണ്ട് അതിനകത്ത്. ഇത് രണ്ടും കൂടെ അവരുടെ പറച്ചിലാണ് ആ കഥാപാത്രത്തിന് ഹ്യൂമർ ഇതുണ്ടാകുന്നത്. അല്ലാതെ പെർഫോമൻസ് അല്ല. അതേസമയത്ത് മേലെപ്പറമ്പിലാണ് വീടല്ല, പെർഫോമൻസ് ആണ്. പക്ഷെ ക്യാരക്ടർ, അതൊരു ക്യാരക്ടറാണ്. ആ അച്ഛനെ പേടിച്ചു, ഈ എല്ലാ പ്രായമൊക്കെ ഉണ്ട്, കാമമുണ്ട്, പെമ്പിള്ളേരോടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നോക്കണമെന്ന്. പക്ഷെ അച്ഛന് തൂറോളം പേടിയെന്ന് നമ്മൾ പറയില്ല എന്ന് പറഞ്ഞ പോലുള്ളൊരു സ്വഭാവമുള്ള ഒരാൾ. തടിയും മിടുക്കമൊക്കെ ഉണ്ട്, പ്രായമൊക്കെ, പക്ഷെ വീട്ടിൽ തന്നെ വന്ന് കളയും ഒക്കെ ആയിട്ട് അച്ഛൻ പറയുന്നത് കേട്ടനുസരിച്ച് അച്ഛനെ പേടിക്കുന്ന ഒരു ക്യാരക്ടർ. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് അതിനകത്ത്. മറ്റേ റാംജി റാവുവിന് അങ്ങനെ പ്രത്യേക ക്യാരക്ടർ നമുക്ക് പറയാൻ പറ്റില്ല. അയാൾക്ക് ഒരു ഒറ്റ ഇൻറ്റൻഷനേ ഉള്ളൂ, ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ട് അത് വെച്ച് വില പറയുക. അയാൾക്ക് വേറെ കുട്ടി മരിച്ചാലോ ഒന്നും അയാൾക്ക് പ്രശ്നമല്ല. അങ്ങനെ ഒരു പ്രത്യേക മാനസികാവസ്ഥയുള്ള ഒരാൾ. അതിനകത്തൊരു വേറെ ഡയമെൻഷനൊന്നുമില്ല. പിന്നെ മേലെപ്പറമ്പിൽ അവൻ്റെ ഒരുപാട് ഒരു അവസ്ഥകളുണ്ട്, ഒരു മാനുഷികമായിട്ട് ഒരുപാട് വികാരങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. അതാണ് അതിനകത്തെ ഹ്യൂമർ. അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് സ്റ്റൈലുണ്ട്. രഘുനാഥ് പലേരിയുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു അത്. ശരിക്കും പുള്ളിയുടെ പല തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹ്യൂമറും ഭയങ്കര രസമായിട്ട് കൈകാര്യം ചെയ്യും. ഹ്യൂമറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങളിൽ ഒന്നായിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്ന പടമാണ് മേലെപ്പറമ്പ്. അപ്പം എന്നോട് പലരും പറയുന്നുണ്ട്, ഇപ്പോഴും ഞാൻ ചെറിയ വേഷമാണ് ശരിക്കും പോലെ, എന്നോട് പലരും പറയുമ്പം, പ്രത്യേകിച്ച് ഇപ്പം എടുത്തെടുത്ത് പറയുന്നുണ്ട് ഈ ക്യാരക്ടറിനെ പറ്റി. എനിക്കൊന്ന് ഇങ്ങനെ ഏറ്റവും നല്ല സിനിമ ഏതാണെന്ന് തോന്നുന്നു, ഈ രാജസേനന്റെ. ഷാജി കലാസ്, രഞ്ജി പണിക്കർ ടീമിന്റെ ഒരു കാലം, ജോഷി സാറിൻ്റെമായിട്ടുള്ളൊരു സൗഹൃദം, ഇതൊക്കെ ഒരു സിനിമയിൽ കുറേ നല്ല വേഷങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. ഷാജി, രഞ്ജി പണിക്കർ, ഷാജിയുടെ ഫസ്റ്റ് ഫിലിമിൽ ഞാനുണ്ട്. ന്യൂസ് എന്ന് പറഞ്ഞ സിനിമയാണ് ഷാജി. അന്ന് എന്നെ വിളിച്ചിരുന്നു. അത് മുതൽ ഞാനുണ്ട്. അത് കഴിഞ്ഞ് മറ്റേ സ്ഥലത്തെ പ്രധാന വയൻസ് തലസ്ഥാനം. അതെ തലസ്ഥാനം തോന്നുന്നു, വേറൊരാളെ എഴുതാൻ വന്നതാണ്. എഴുതാൻ വന്നാൽ എന്തോ ശരിയാകാതെ വന്നിട്ട് അങ്ങനെയാണ് രഞ്ജി പണിക്കർ വരുന്നത്. അപ്പം രഞ്ജി വന്നപ്പോൾ രഞ്ജി അതിന് മുമ്പ് എൻ്റെ ഫ്രണ്ടാണ്. ഷാജിക്ക് മുൻപേ എൻ്റെ സുഹൃത്താണ് രഞ്ജി പത്രപ്രവർത്തകനായിരുന്നു മാതൃഭൂമിയിൽ. അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിട്ടുണ്ട്, അങ്ങനെ എനിക്കറിയാം. അല്ലാതെ ഞാൻ പലതിന് മുമ്പ് മമ്മൂട്ടിക്കൊരു ഇതുണ്ടായിരുന്നു, സുറുമി എന്ന് മറ്റേ പറഞ്ഞൊരു കാസറ്റ്, പണ്ട് കാസറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് പോലെ എനിക്കറിയാം. ഇപ്പം രഞ്ജി വന്നപ്പോൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യമായി. ആ സ്വാതന്ത്ര്യം കാരണമാണ് ഞാൻ ചേറാടിക്കറി എനിക്ക് അഭിനയിക്കാൻ പറ്റിയത്. അതെനിക്ക് വേറൊരു വേഷമാണ്. അപ്പം ഞാൻ
അത് വേണ്ട എനിക്ക് വേറെ എന്നൊക്കെ പറയാലോ, എനിക്കത് വേണ്ട ഇത് വേണമെന്ന് പറയുന്ന അത്രയ്ക്കുള്ള സൗഹൃദമുണ്ട്. പിന്നെ രഞ്ജിയുടെ ആ പടത്തിൽ അഭിനയിച്ച പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് കൂടി ആസ് എൻ ആക്ടർ. അന്നൊക്കെ ഈ മലയാള സിനിമയുടെ അവസ്ഥ എന്ന് വെച്ചാൽ ഒരു നടൻ, അപ്പം ഞാനെന്നല്ല ഏതൊരു നടനാണെങ്കിലും ആ നടൻ വന്ന് ഞാൻ നടൻ്റെ ഇമേജ് ഉണ്ടാവും. ആ ഇമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇമേജിൽ കിടന്ന് കളിക്കേണ്ടി വരും. അയാളെ അങ്ങനത്തെ കഥാപാത്രം വിളിക്കുമ്പോൾ അച്ഛനായിട്ട് വന്നാൽ അച്ഛനായിട്ട് തന്നെ വരും, അമ്മാവൻ ക്യാരക്ടർ അമ്മാവൻ ക്യാരക്ടർ തന്നെ എന്ന് പറയുന്ന പോലെ അവസ്ഥ ഉണ്ടായിരുന്നു മലയാള സിനിമയിൽ. ആ സമയത്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു എടുത്തുചാട്ടം ചെയ്തത് ഞാനാന്ന് തോന്നണം. വളരെ വ്യത്യസ്തമായ കഥാപാത്രം. ആ പ്രായത്തിൽ അങ്ങനെയുള്ള സ്ഥലത്ത് വേറെ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇല്ലെന്ന് എൻ്റെ ഇപ്പോഴത്തെ എനിക്ക് തോന്നണേ, എനിക്കറിയില്ല കേട്ടോ. അപ്പം അതിനൊരു ഭയങ്കര റിസ്ക് ഉണ്ട്. അത് ബോറാണെങ്കിൽ നമ്മുടെ ലൈഫ് പോയി. അപ്പം പിന്നെ അത് എൻജോയ് താൻ ചെയ്യുമോ? അപ്പം ഞാൻ ചെയ്യും. ഇവിടെ ഒരു വയസ്സൻകാരനാണ്, അപ്പം ഞാൻ ചെയ്യാം, എന്നാൽ താൻ ചെയ്യും. പക്ഷെ ആ ഒരു കോൺഫിഡൻസ് രഞ്ജി പറഞ്ഞു, ഷാജിയെ വിളിച്ചിടാ ഇങ്ങനെ മാതിരി കൂട്ടാനെ ചെയ്യാന്ന് ചെയ്യട്ടെ, ചെയ്തോളൂ. അപ്പം ഇത് പറയുമ്പോൾ നമുക്കൊരു പിന്നെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഈ കടലിൽ പിടിച്ചിട്ട് നീന്താൻ പറയുന്ന പോലെയാണ്. അതിൻ്റെ ഒരു ടെൻഷൻ ഭയങ്കരമാണ് ഓരോ നിമിഷവും. പിന്നെ ഇത് ഓരോ ഇങ്ങനെ കെട്ടി ഒരു നമ്മൾ സൈക്കിളിൽ കയറുന്ന പോലെ ബാലൻസ് ആയി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് പോകും. പക്ഷെ അതിൻ്റെ ഒരു റിസ്ക് ഉണ്ടായിരുന്നു. അത് പിന്നീടാണ് ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. അന്നെൻ്റെ ആവേശത്തിന് ഞാൻ കയറി പിടിച്ചത്. അതെങ്ങാനും ചളവായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പോയി. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ അതെനിക്കൊരു പിന്നീട് രഞ്ജി എഴുതിയ കിങ്ങിനകത്ത് ഒരു ആബ്സെന്റ് മൈൻഡ് ആയിട്ട് ശരിക്കും പ്രായമൊക്കെ ആണ്. അതിപ്പോൾ ഒരു പ്രത്യേക വ്യത്യസ്തമാണ് ആ കഥാപാത്രം, മമ്മൂസിൻ്റെ ഫ്രണ്ടായിട്ട്. അതുപോലെ മാഫിയ, ഒരു കാലിന് ഡിസബിലിറ്റി ഉള്ളൊരു ശിവപ്പ എന്ന ക്യാരക്ടർ, അതും വ്യത്യസ്തമായ. പിന്നെ രഞ്ജിയുടെ തന്നെ രൗദ്രം. എന്നെ അറിയാവുന്നതുകൊണ്ടേ ഒരു ആക്ടറും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും തമ്മിലുള്ള ബന്ധമാണ്. ഇയാളുടെ ഔട്ട്പുട്ട് എന്തുമാത്രം ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ബോധമുള്ളതുകൊണ്ടാണ് അത് സാധിക്കുന്നത്. അപ്പം അതൊരു വലിയ കാര്യമാണ്. ഇപ്പം എന്നെ പൂക്കാലം എന്ന സിനിമയെ വിളിച്ചാൽ അവർ എന്നെ വിളിക്കുന്നു എന്നുള്ളതിൽ വലിയ കാര്യം. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അങ്ങനെ കഥാപാത്രം എന്നിൽ എത്തുന്നു എന്നുള്ളതാണ്. കിഷ്കിന്ധാഘാതത്തിലെ കഥാപാത്രം എന്നിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം. അതിന് ഇയാൾ കുഴപ്പമില്ല, ഇയാളെ ചെയ്യും എന്നൊരു വിശ്വാസം അവർക്കുള്ളതുകൊണ്ടല്ലേ. അപ്പം ആ വിശ്വാസം ഉണ്ടാക്കാൻ എങ്ങനെയോ കാലങ്ങൾ കൊണ്ട് എനിക്ക് പറ്റിയാലും സംഭവിച്ചതാണ്. പക്ഷെ കഥാപാത്രം എത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. ഇപ്പം അവാർഡ് കിട്ടുന്നു എന്ന് പറഞ്ഞതിനെക്കാട്ടിലും വലിയ കാര്യം, വലിയൊരു അവാർഡെന്ന് പറയുന്നതാണ്. നമ്മളെ തിരക്കി, അതായത് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കും ഒരു സംവിധായകനും അവർക്ക് അതിനെപ്പറ്റി വ്യക്തമായ ബോധമുണ്ട്. നമ്മുടെ സിനിമ എന്നതായിരിക്കും അതിന് ഇയാൾ പറ്റും എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ അവാർഡായിട്ട് തോന്നുന്നത്. അല്ല പിന്നെ എങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയത്? അപ്പം അതൊരു 100 പേര് കാണികളിൽ 1,00,000 പേരുണ്ടാവും, അല്ല കോടി ആൾക്കാരുണ്ടാവും. പക്ഷെ ആ കോടി ആൾക്കാരിൽ 1,00,000 പ്രേക്ഷകരിൽ നമ്മളെ കൊണ്ട് ഇത് പറ്റും എന്ന് നമ്മളെ വിശ്വസിപ്പിക്കാൻ, എനിക്ക് ഈ കഥാപാത്രത്തെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഇയാൾ പറ്റും അവരുടെ ഒരു കാഴ്ചപ്പാടില്ലേ, അതല്ലേ ഏറ്റവും വലിയ അവാർഡ്. അതുപോലെ ഞങ്ങളിപ്പോഴും ക്യാരക്ടേഴ്സിന്റെ പേര് വരെ ഓർക്കുന്നു എന്നുള്ളതാണ്. അത് ഭയങ്കര രസമാണ്. പഴയ കാലം ഓർക്കുമ്പോൾ ഇപ്പോൾ കമ്മീഷണറിലൊക്കെ ഈ സുരേഷ് ഗോപിയുടെ കൂടെ നടന്നിട്ട് മരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങൾക്കുണ്ടായ സങ്കടം എനിക്കിപ്പോഴും ഉണ്ട്. തിയേറ്ററിൽ അന്ന് കണ്ട സങ്കടം എന്ന് പറയുന്നത് അതൊരു ഫാമിലി മാൻ ആണെന്ന് കാണിക്കുന്നത്. അതിന്റെ ബ്രില്യൻസ് ആണ് രഞ്ജിയുടെയും ഷാജിയുടെയും ഒക്കെ ഒരു ആ സ്ക്രിപ്റ്റില്. ഇയാൾ എന്നെ പരിചയപ്പെടാൻ വരുമ്പോൾ ഞാൻ കുട്ടികൾക്ക് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഭക്ഷണം ചപ്പാത്തി എന്താ കൊടുക്കുമ്പോൾ പിള്ളേരെനിക്ക് പാത്രത്തിൽ തട്ടുന്ന എന്ന് പറഞ്ഞിട്ട് അവരെ പഴക്ക് പറഞ്ഞ്. ഇടക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വെടിമരുന്നിന്റെ ഒരു ഒഴുക്കായിരുന്നു. ഒരു അച്ഛനും അമ്മയും എല്ലാം കൂടെ കൂടിയൊരു അവസ്ഥയിൽ ഒരാളാണ്. അപ്പൊ ആൾക്കാർക്ക് പെട്ടെന്ന് കുട്ടി, ഫാമിലി, അയാളുടെ മരണം പ്രഷർ ഭയങ്കര. അതാണ് ഡയറക്ടറുടെയും സ്ക്രിപ്റ്റ് റൈറ്ററുടെയും വർക്കാണത്. നമ്മളെ ടൂളാണ്. തീർച്ചയായിട്ടും. അച്ഛൻ്റെ കുറേ ക്യാരക്ടേഴ്സ് ഇല്ലെങ്കിൽ അച്ഛൻ്റെ കുറേ നാടകങ്ങൾ അത് കണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടാണ് കുടുംബത്തിലെല്ലാം കൂടിയാണ് നാടകം നടത്തിയത്. അതിനകത്തും ചിറ്റയെ കുറിച്ച് പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. ഓമന എന്നായിരുന്നു പേരുന്നത്. ചിറ്റയ്ക്ക് മുമ്പ് ഒരു കൂടി വന്ന 40-45 കിലോ ആകെ ഭാരമുള്ളൂ. ചെറിയൊരാളാണ്. പക്ഷെ ചിറ്റ സ്റ്റേജ് വന്നാൽ ഇത്രയും എത്ര പേര് നിന്നാലും ചിറ്റയെ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ ആൾക്കാർ. സ്റ്റേജ് പ്രസൻസ് എന്ന് പറയില്ലേ, അതൊരു അപാരമാണ് അവരുടെ. അത് അവരുടെ നിപ്പം എന്താണെന്നറിയില്ല. അതൊരു വലിയൊരു ഓറ, ഒരു വലിയ അവരുടെ ഒരു ഹാലോ ഉണ്ട്. ആ ഹാലോ ചുമ്മാ ഉണ്ടാകുന്നില്ല, അവർ സൃഷ്ടിക്കുന്നത്. ഇപ്പം നമ്മൾ ആൾക്കൂട്ടത്തിൽ ഒരുപാട് പേര് നിൽക്കുമ്പോൾ ഒരാളെ ശ്രദ്ധിക്കണമെങ്കിൽ ആ ആളിലൊരു പ്രത്യേക ഓറയുണ്ട് എന്ന് പറഞ്ഞാൽ ചിറ്റയ്ക്കും അത് ഭയങ്കരമുണ്ട്. പിന്നെ ചിറ്റ അതുണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആ ആള് കഥാപാത്രമായി തീരുമ്പോഴത്തേക്കും
അവിടെ നിപ്പും നടപ്പും നോട്ടവും ഈവൻ ഹിമവെട്ടൽ പോലും വ്യത്യസ്തമായിരിക്കും. അത്ഭുതം അത്. പിന്നെ ബോഡി കൊണ്ട് ഇപ്പം ഒരു പുറകോട്ട് വളഞ്ഞൊരു വല്യമ്മയുണ്ട് ചിറ്റ അഭിനയിക്കുന്നത്. വല്യമ്മ പുറകോട്ട് വളഞ്ഞു. ചിറ്റ വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരാളാന്നേ തോന്നുള്ളൂ. ഒരിക്കലും അത് അഭിനയിക്കാൻ തോന്നില്ല. അങ്ങനെയാണ് അവരങ്ങനെ ഈ വളഞ്ഞ ആൾ ചിലപ്പം താഴേന്ന് സാധനമൊക്കെ എടുക്കും, പിന്നെ ചാത്ത് വയ്ക്കും. ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഇയാൾ അങ്ങനത്തെ ഒരാളാണ്. അവരുടെ ദുഃഖങ്ങളിലൊക്കെ അവരങ്ങനെയാണ്. കാമാലിയ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വർഷങ്ങളായിട്ട് ബോംബെ പോയി താമസിച്ച് ഇപ്പോൾ പ്രായമായി. പ്രോസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു പണ്ട്. ഇപ്പം ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ കൂടെ അവരുടെ കണക്കെഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന കടയ്ക്കാവൂർ കാലത്തെയാണ്. കടയ്ക്കാവൂർ അത്ത എന്നാണ് പേര്. ഹിന്ദിയൊക്കെ പുള്ളി പറയുള്ളൂ. അച്ഛാ. പിന്നെ ഈ മലയാളി ഹിന്ദി പറഞ്ഞിട്ട് ഹിന്ദി മാത്രമേ അറിയാവുള്ളൂ എന്ന് പറയുന്നതിൽ അങ്ങനെ ക്യാരക്ടറാണ് അത്. ചിറ്റൻ നടപ്പ് ഒരു ചെറിയ കുണുക്കമുണ്ട്, വർത്തമാനം, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവർ. അപ്പോൾ അച്ഛൻ ഈ ക്യാരക്ടർ ചിറ്റോട് പറഞ്ഞു കൊടുത്തത് ഒരു അത്ഭുതമായ സംഭവമുണ്ട്. അപ്പോൾ ചിറ്റോടൊപ്പം ചിറ്റയ്ക്ക് ചിറ്റ അങ്ങനെ ഹിന്ദിക്കാരെ അറിയാൻ മേല. ചിറ്റ നമ്മളെ നാട്ടിൽ വളർന്ന ആളാണ്. അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ക്യാരക്ടറിനെ പറ്റി അച്ഛൻ പറഞ്ഞ് നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാകും. അതാണ് അച്ഛൻ പറയുന്നതിൻ്റെ പ്രത്യേകത. അപ്പം ചിറ്റോട് പറഞ്ഞു പണ്ട് വ്യഭിചാര പ്രോസ്റ്റിറ്റ്യൂഷനൊക്കെ അന്നത്തെ കാലത്ത് ചിലപ്പം ഇവർക്ക് ഈ രോഗങ്ങൾ വരാം. ഇപ്പം അന്ന് സിഫിലിസ് പോലെയുള്ള ഈ വെനറൽ ഡിസീസസ് ഒക്കെ വരാം. അതിൻ്റെ സെക്കൻഡറി സ്റ്റേജൊക്കെ വന്നാൽ ചിലപ്പം ഈ നെർവസ് സിസ്റ്റത്തെ ബാധിക്കും. അപ്പോൾ ചെറിയ ഒരു ഇതൊക്കെ വരാം. അത് നിനക്ക് അങ്ങനെ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത് പിന്നെ അതിന് വലിയ ഇതൊക്കെ കൊണ്ടുവരണം, ട്രേ ഒക്കെ പിടിച്ചുകൊണ്ടൊക്കെ വരണം. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. ട്രൈ ചായയൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ചില സാധനങ്ങൾ ആ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് പെരുമാറുന്ന സിറ്റുവേഷൻസിൽ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ക്യാരക്ടേഴ്സിന് ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ, മാൻഡസൊക്കെ. അപ്പം ചിറ്റ അത് അങ്ങനെയാണ് ചിറ്റ ഈ കുണുക്കം വന്നത്. അപ്പം ഇങ്ങനെ രോഗം വന്ന് അതിൻ്റെ സെക്കൻഡറി സ്റ്റേജ് കഴിഞ്ഞ് മാറിക്കഴിഞ്ഞാൽ ഈ നെർവസ് സിസ്റ്റത്തെ ബാധിച്ചാൽ ഇങ്ങനെ ഉണ്ടാകും. അത് ചിറ്റത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ഛൻ തലേ കൈവച്ച് പോയി. പെർഫെക്റ്റ് എന്ന് പറയും. അന്ന് അച്ഛൻ ഇങ്ങനത്തെ രോഗികൾ അനവധി കണ്ടു. മലേഷ്യയിൽ അച്ഛൻ ഈ മലായിൽ ഇരുന്ന സമയത്ത് ഈ രോഗം അവിടെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഈ പെൻസിലിൻ കണ്ടുപിടിച്ച നാളാണ്. പെൻസിലിൻ കണ്ടുപിടിച്ച പിന്നെയാണ് ഈ രോഗം മാറുന്നത്. പെൻസിലിനാണ് ഇതിൻ്റെ. അപ്പോൾ അല്ലാതെ ഒരുപാട് പേഷ്യൻസിനെ കണ്ടുപിടിച്ച് റബ്ബർ എസ്റ്റേറ്റിൽ പറ്റി ഈ അവിടെ തമിഴിയൻസും തെലുങ്കരും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ജോലിക്കാരായിട്ട് വന്നിരിക്കുന്നത്. അതിനൊക്കെ ചീരന്മാർ, ഇവനൊക്കെ ഈ അസുഖമുണ്ട്. അപ്പം അതിൻ്റെ കഥകളൊക്കെ അച്ഛൻ ആത്മാവ് എഴുതിയിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് അച്ഛൻ പറഞ്ഞിട്ട് ഇത് ചിറ്റ ആരെയും കണ്ടിട്ടില്ല. പക്ഷെ പറഞ്ഞ് അതിലേക്ക് ചിറ്റ എത്തിക്കുക എന്നുള്ള അച്ഛൻ്റെ ഒരു ബ്രില്യൻസ് ആണ്. അത് ചിറ്റ ആകുന്ന ആ പ്രക്രിയയാണ് എന്നെ നയിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അച്ഛനെ അഭിനയത്തിനെ പറ്റി പറയുന്നു. അതിൻ്റെ ഒരു നേർക്കാഴ്ച ഞാൻ കാണുന്ന ചിറ്റയില. അച്ഛൻ അഭിനയിക്കുമ്പോൾ അച്ഛന് എൻപിള്ള എന്നൊരു ഇമേജ് ഉണ്ട്. അച്ഛൻ സ്റ്റേജ് വരുമ്പോൾ എൻപിള്ള എന്ന് പറഞ്ഞൊരു ഞാൻ പറഞ്ഞൊരു ഇമേജ് വെച്ചിട്ടാണ് അച്ഛനെ കാണുന്നത്. ചിറ്റയെ കാണുന്ന ഇമേജ് വെച്ചിട്ടില്ല. ചിറ്റയെ ക്യാരക്ടറായിട്ടാണ് കാണുന്നത്. അതുപോലെ ഒരു പട്ടാളം ഭവാനി എന്നൊരു ക്യാരക്ടർ, ക്രോസ് ബെൽറ്റ് നാടകം. അത് പണ്ട് ഈ വിപ്ലവ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തുടങ്ങിയ കാലത്തുണ്ടായിരുന്ന ഒരു സഖാവാണ്. നമ്മുടെ ഗൗരിയമ്മയെ പോലെ ഇതൊക്കെ വെച്ചു. അന്ന് മുതലുണ്ടായ ഒരാളാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വട്ടായിപ്പോയി പുള്ളിക്ക്. അങ്ങനെ ക്യാരക്ടറാണ്. അയ്യോ, അത്ഭുതമാണ് അവർ ചെയ്യുന്നത്. നിമിഷം അവരുടെ ഓരോ ചലനങ്ങളും ഓരോ നോട്ടവും ഭാവവും എല്ലാം അങ്ങനെ ഭ്രാന്തിയാന്ന് തോന്നി. ഭ്രാന്തിയായിട്ട് അഭിനയിക്കുകയല്ല, അങ്ങനെ അഭിനയമേന്ന ഫീൽ അതാണെന്ന് തോന്നി. അത് ഞാൻ പലപ്പോഴും പല കാര്യങ്ങളിലും എന്നെ സ്വാധീനിച്ച ഏറ്റവും വലിയ സ്വാധീനിച്ച ഒരു ആക്ട്രസ് ചിറ്റയാണ്. ഞാനത് തന്നെ. പിന്നെ ഞങ്ങളെ നാടക ട്രൂപ്പിൽ ഒരുപാട് ആൾക്കാർ, എസ് ജയദേവ്, ഡയംബി ദേവിൻ്റെ അച്ഛൻ, വി പി നായർ ഉർവശിയുടെ അച്ഛൻ, വി പി നായർ ചേട്ടന്, കൊല്ലൻ ശങ്കർ, പിന്നെ എം എസ് വാരോ, മെലഡി ജോസഫ്, അങ്ങനെ ഒരുപാട് അനവധി പ്രഗത്ഭരായ നടീനടന്മാർ നമ്മുടെ ട്രൂപ്പിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓരോ കാലത്തും കോട്ടയം മത്സരം. അപ്പോൾ ഇവരോടൊക്കെ ഉള്ള അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നതും ഇവർ ക്യാരക്ടേഴ്സ് ആകുന്നതും ഇതിൻ്റെ ഒരു സമീപനമുണ്ടല്ലോ. അവരെങ്ങനെ ആകുന്നു, ആകാൻ പറ്റാഴിക, അച്ഛൻ വഴക്ക് പറയുന്നു, ചില പിണങ്ങി പോകുന്നുണ്ട്, ഇവിടെ ഞാൻ പണിക്കില്ല എന്നൊക്കെ പറഞ്ഞു അച്ഛൻ പിടിച്ച് അങ്ങനെയൊക്കെ ഒരു മാനസികമായിട്ടൊക്കെ ഇവരുടെ ഒരു അവസ്ഥയുണ്ട് ഇതിലേക്ക്. ഈ കോട്ടയം മത്സരം എന്ന് പറഞ്ഞ ആൾ ഒരു 500 ബീഡിയും തീർത്ത് കൊണ്ടുവിടെ വരും. തിണ്ണയിൽ നിന്നുകൊണ്ട് രാത്രി മുഴുവൻ ബീഡി വലിക്കുകയും പഠിക്കുകയും
എന്നിട്ട് ഉറക്കമൊന്നുമില്ല പുള്ളിക്ക്. ഇതിൻ്റെ പുറകെ തന്നെയാണ്, അങ്ങനെയാണ് അവരൊക്കെ ക്യാരക്ടർ ആകുന്നത്. പക്ഷെ അയാളൊക്കെ എന്ത് ഗംഭീര ആക്ടറായിരുന്നു. പുള്ളിയെ കാണണമെങ്കിൽ പഞ്ചവടിപ്പാലം എന്ന് പറഞ്ഞല്ലേ, അതിനകത്തൊരു മന്ത്രിയായിട്ട് വരുന്നുണ്ട് ഒരു നാടൻ മുറിക്കാൻ വേണ്ടി. ഇനി പടം കാണുമെന്ന് അതാണ് കോട്ടയം മത്സരം. നാടകത്തിൽ പുള്ളി ഗംഭീര ആക്ടറായിരുന്നു, പക്ഷെ സിനിമയിൽ ഇത്ര മാത്രം ആയില്ല. അസാധ്യ ആർട്ടിസ്റ്റ്. അല്ല, ഇങ്ങനെയുള്ളവരൊക്കെ അവരൊക്കെ നമ്മുടെ ഈ പാഠപുസ്തകങ്ങൾ എന്ന് പറയില്ലേ, അതുപോലല്ലേ വിശ്വകലാസമിതി, വിശ്വകേരള കലാസമിതി. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. ഹൗ ടു മേക്ക് എ ക്യാരക്ടർ, എങ്ങനെയാണ് കഥാപാത്രം സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ്, അതൊക്കെ കാണാനുള്ള അവസരം ഉണ്ടായി. പിന്നെ ആ അച്ഛനോടൊത്തുള്ള സഞ്ചരിക്കാനും ഈ പറഞ്ഞ വ്യത്യസ്തമായ പ്രേക്ഷകർ നമ്മുടെ ഒരു വലിയ മുതൽക്കൂട്ടല്ലേ. പ്രേക്ഷകൻ്റെ ഇഷ്ടം നമുക്ക് മനസ്സിലാവും. പ്രേക്ഷകൻ എങ്ങനെ നമ്മളെ കാണുന്നത്, ഓഡിയൻസ് ഇയർ, അവനെങ്ങനെയാണ് നമ്മളെ കാണുന്നത്, അവനെങ്ങനെയാണ് നമ്മളെ കേൾക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഭയങ്കരമായ സ്വാധീനമല്ലേ. ഇപ്പോൾ സ്റ്റേജിൽ നമ്മൾ നിൽക്കുമ്പോൾ പോലും നമുക്ക് എങ്ങനെ നിൽക്കണം എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ് അത്. അച്ഛൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കാബാലികയും ക്രോസ് ബെൽറ്റും ഒക്കെ സിനിമ ആയിട്ടുണ്ട്. പക്ഷെ ബാക്കി ഈ നാടകങ്ങൾ ഇപ്പോൾ ഈശ്വരൻ, അതിന് മുമ്പ് പോട്ടർ കുഞ്ഞാലി എന്ന് പറഞ്ഞ നാടകം, അതാണ് ഞാൻ ആദ്യം അഭിനയിക്കുന്ന നാടകം. ആ നാടകം അതിന് സിനിമയായി. ശശികുമാർ സാർ എനിക്കൊന്ന് ആദ്യം ഡയറക്റ്റ് ചെയ്ത സിനിമ അതാണോ സംശയമുണ്ട്. പോട്ടർ കുഞ്ഞാലി അത് ശശികുമാർ സാർ ഡയറക്റ്റ് ചെയ്തതാണ് എൻ്റെ ഓർമ്മ, ശരിക്കും ഓർക്കുന്നില്ല. അതാണ് അച്ഛൻ ആദ്യം എഴുതിയ സ്ക്രിപ്റ്റ്. അച്ഛൻ അഭിനയിച്ചിട്ടൊന്നുമില്ല, പിന്നെ അച്ഛൻ എഴുതിയ സ്ക്രിപ്റ്റാണ് ക്രോസ് ബെൽറ്റ്. അതാണ് ക്രോസ് ബെൽറ്റ് മണി എന്നുള്ള പേര് അദ്ദേഹത്തിനുണ്ടായത്. അദ്ദേഹമാണ് കാബാലിയ ഡയറക്റ്റ് ചെയ്തത്. കാബാലിയല്ല അച്ഛൻ അഭിനയിച്ചു, പക്ഷെ സിനിമ മോശമായിപ്പോയി. അത് അച്ഛനും പറ്റിയൊരു നാടകത്തിലെ പോലെ തന്നെ ചെയ്തത്. അത്ര ആ ത്രോ ആവശ്യമില്ലല്ലോ. പക്ഷെ അതിനുശേഷം നമ്മൾ കാണുന്ന NN പിള്ള എന്ന് പറയുന്നത് 500 അത് വേറൊരു കാര്യം. 500 എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇപ്പോൾ ഞാനിവിടെ വന്ന് ഫോട്ടോകൾ കാണുമ്പോഴും ഓരോ ഡയലോഗും നമ്മൾ ഓർക്കുന്നുണ്ട്. എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത് പറയുന്നത്? ഈ ഹരിശ്രീ അശോകനുമായിട്ടൊക്കെ പറയുന്ന കോമഡി ഡയലോഗുണ്ട്. നീ എന്തിനാണ് ഇപ്പൊ തുപ്പിയെന്ന് വെക്കുമ്പോ, അല്ല മുതലാളി എന്റെ വായി തുപ്പിയിട്ടാണെന്ന് പറയുന്ന, നമ്മൾ ഇന്ന് ചിലതൊക്കെ ഈ പറയുന്ന രീതിയിൽ ആവർത്തിച്ച് ചിരിക്കുന്ന സാധനങ്ങളൊക്കെയും ആ സിനിമയിലുണ്ട്. പക്ഷെ അച്ഛന് ശരിക്കും പറഞ്ഞാൽ അത് ഗംഭീരമാണ്, പക്ഷെ അതിനേക്കാട്ടിലൊക്കെ ഗംഭീര ആക്ടറാണ് അച്ഛൻ. അത് കാബാലികയിലെ ഒരു പറഞ്ഞ സിനിമയിൽ അത് എന്തോ പാളി. അത് സ്റ്റേജിൽ അച്ഛൻ പെർഫോം ചെയ്യുന്ന അത്ഭുതമാണ്. അതേസമയത്ത് അത് സിനിമ വന്നപ്പോൾ എന്തോ ശരിയായില്ല. ഇനി ഓവർ ആക്ഷൻ്റെ അങ്ങനെയൊക്കെ തോന്നലാവാം. പക്ഷെ സ്റ്റേജിൽ അത് ഭയങ്കര ചിറ്റ അഭിനയിച്ചുകൊണ്ട് ഈ പറഞ്ഞ കടക്കാവൂരത്ത. പക്ഷെ ആ ചിറ്റയും സ്റ്റേജിലായിരുന്നു നമുക്ക് കുറച്ചും കൂടെ ലൈവായിട്ട് ഒരു മരുന്നും എന്താ അറിയാ ഭയങ്കര വ്യത്യാസം. വിജയരാഘവൻ ചേട്ടനും അതിനകത്തുണ്ടായിരുന്നല്ലോ കാബാലികയിൽ. അപ്പൊ നിങ്ങൾ 3 പേരും അതിനകത്ത്. ഞാനീ പറഞ്ഞ അന്ന് ചതിക്കുമ്പോൾ പറഞ്ഞാലും വിശ്വസിക്കരുത്, അഭിനയിക്കണം വലിയ ആഗ്രഹം തോന്നിയിട്ടില്ല. അന്ന് എന്തോ സിനിമ എന്ന് പറഞ്ഞാൽ വേറെന്തോ നമുക്ക് അപ്രാപ്യമായ ഒരു കാര്യമല്ലേ. അതിപ്പോൾ ഞാനിപ്പോൾ അച്ഛനോട് നിന്ന് ഡ്രൈവറായിട്ട് പോയതാണ്. അങ്ങനെ ഒരാൾക്ക് പകരം എന്നെ വിളിച്ച് അഭിനയിച്ചപ്പോഴും എനിക്ക് ഈ ക്ലോസൊക്കെ എടുക്കാം. ഇവിടെ നോക്കിയോ, ക്ലോസൊക്കെ അങ്ങനെയാണല്ലോ എടുക്കുന്നത്. നമ്മൾ നാടകത്തിൽ അഭിനയിക്കുന്ന ഒന്നിച്ചിങ്ങനെ ഡയലോഗ് പറയുന്നു, നമ്മൾ ഡയലോഗ് പറയുന്നു, ഒരു ലൈഫ് ഫീൽ ചെയ്യുമല്ലോ. മറ്റേ അതില്ലല്ലോ, കഷ്ണം മുറിച്ചല്ലേ. അതിനോട് എന്തോ ഒരു നമുക്ക് പറ്റുന്ന പണിയല്ലേ ഇതൊന്നും തോന്നുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നീട് ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു നാടകത്തിൽ അഭിനയിച്ച രവി ആലുംമൂട് എന്ന് പറഞ്ഞ പുള്ളി ഇടയ്ക്കൊരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് അയാൾ ഇവിടുന്ന് പോയിട്ട് KT മുഹമ്മദിൻ്റെ സൃഷ്ടി എന്നുള്ള സിനിമ ഉണ്ടായിരുന്നു. അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് രവി ആലുംമൂട്. ഗംഭീര ആക്ടറാണ്. അപ്പം അത് കഴിഞ്ഞപ്പോൾ പുള്ളി M. സുകുമാരൻ എന്ന് പറഞ്ഞ നോവലിസ്റ്റിൻ്റെ ശേഷക്രിയ എന്ന് പറഞ്ഞ നോവലുണ്ട്, അത് പുള്ളി സിനിമയാക്കി. ഈ രവി ആലുംമൂട് ഡയറക്റ്റ് ചെയ്തു. അപ്പോൾ അതിന് ശേഷമുള്ള സിനിമയിൽ U. ജയചന്ദ്രനാണ് സ്ക്രിപ്റ്റ്. അങ്ങനെ അഭിനയിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ രവി ഞാനില്ല, ഞാൻ നാടകം. അപ്പം നാടകത്തിന് റിഹേഴ്സൽ സമയം ഇവിടെ റിഹേഴ്സൽ വന്നുകൊണ്ടിരിക്കാം. നമുക്കൊരു 5-8 ദിവസം കാര്യമില്ല, മറ്റേ സിനിമയല്ല, നമ്മുടെ വേറെ സിനിമ. അപ്പോൾ ഈ അന്നത്തെ ന്യൂജൻ ജോൺ അബ്രഹാത്തിൻ്റെ ഒക്കെ അരവിന്ദനൊക്കെ ഉള്ള കാലത്താണ്. അങ്ങനത്തെ സിനിമകൾക്ക് ഭയങ്കര അടൂർ സാറൊക്കെ വന്ന് അങ്ങനത്തെ സിനിമയാണെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ശരി നോക്കിക്കളയാം. അങ്ങനെ അതിന് അഭിനയിക്കാൻ പോയി. അത് ഈ പറഞ്ഞ പോലെ 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ഫിലിമും ഇല്ല, കാശും ഇല്ല, കടുങ്കാപ്പും. അങ്ങനത്തെ ഒരു അവസ്ഥയായി. അന്ന് വീരരാഘവൻ നായർ നടനുണ്ട്, വീരൻ ചങ്ങനാശ്ശേരി വീരരാഘവൻ നായർ എന്ന് പറഞ്ഞ പഴയ നടന്ന അദ്ദേഹം.
കുശന്മാരുടെ കൂടെ ഒക്കെ അങ്ങേരുണ്ട്, അങ്ങേരും ഒക്കെ ഉണ്ട് ഈ പടത്തിനകത്ത്. ശ്രീലത നമ്പൂരി, അവരുടെ ഭർത്താവ് നമ്പൂരി ഉണ്ട്, പുള്ളി ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അത് നടന്നില്ല. അപ്പോൾ ഈ പോയപ്പോൾ കൂട്ടുകാരൊക്കെ ഇറങ്ങിങ്ങനെ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു. അതൊരു 81 അങ്ങനെ ആ സമയത്ത് പറ്റാം. അതെനിക്ക് ചെറിയൊരു നാണക്കേട് തോന്നി. നടക്കാതെ പോയപ്പോഴേ ഒരു ചെറിയ ചളിപ്പുണ്ടായിരുന്നു. ആ സമയത്തായി ഇങ്ങനെ വിളിക്കുന്നത് നമ്മുടെ സാമിയാട്ടൻ, എസ് കൊന്നനാട് എന്ന് പറയുന്നത് സുറുമയിട്ട കണ്ണിൻ്റെ അദ്ദേഹത്തെ സാമിയാട്ടൻ എന്നാണ് വിളിക്കുക. എസ് കൊന്നനാട് എന്ന പേര് ആർട്ട് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ആദ്യം ഡയറക്ടർ ചെയ്യുന്ന പടമാണ്. അങ്ങനെയാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്. ഈ പറഞ്ഞൊരു ഇതൊന്നും അടുത്ത നിമിഷം എന്താണെന്ന് നമുക്കറിയില്ല. അച്ഛനെ കുറിച്ച് ചോദിക്കുമ്പോൾ INA ഉണ്ടായിരുന്ന സമയത്ത് നേതാജിയുടെ മുമ്പിൽ സുഭാഷ് ചന്ദ്രബോസ് നമ്മൾ ഹീറോ ആയിട്ട് കാണുന്ന ആളാണ്. നേതാജിയുടെ മുമ്പിൽ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട് അച്ഛനെന്ന്. കുർബാനി എന്ന് പറയുന്ന നാടകം അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേതാജിയുടെ മുമ്പിൽ ശരിക്കും നാടകം അവതരിപ്പിച്ചിട്ടുണ്ടോ? ആത്മകഥയിലുണ്ടോ? അത് വായിച്ചിട്ടില്ല. ഞാൻ വായിച്ചില്ല. അപ്പോൾ അച്ഛൻ ഇദ്ദേഹത്തെ കണ്ടതും അദ്ദേഹം കൈപിടിച്ചതും ഒക്കെ മറ്റേ നാടകം കണ്ട് ഇദ്ദേഹം കരഞ്ഞു. എൻ്റെ കണ്ണ് നിറഞ്ഞു നേതാജിയുടെ. ഹിന്ദിയിലായിരുന്നു അത്? ഇംഗ്ലീഷിൽ. ഇദ്ദേഹം അത് കഴിഞ്ഞ് അച്ഛനൊരു പേഴ്സ് കൊടുത്തു. ഒരു പേഴ്സും കൊടുത്തു. ഒരു ഇദ്ദേഹത്തിൻ്റെ പടമുള്ള ബാഡ്ജ്. ആ ബാഡ്ജ് ഞാൻ ഓർക്കുന്നുണ്ട്. പേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ബാഡ്ജ് ഞാൻ ഇടയ്ക്ക് കുത്തിക്കൊണ്ടൊക്കെ നടക്കുമായിരുന്നു കൊച്ചിലെ. പേഴ്സ് ദ്രവിച്ചു പോയി. അത് അമ്മയുടെ കയ്യിൽ നിന്നിട്ട് പെട്ടിയിൽ ഇട്ടിരുന്നത് സൂക്ഷിച്ചു വെച്ചിരുന്നു. പക്ഷെ അതിങ്ങനെ ഒരു കുറേ നാൾ ഈ തുകലല്ലേ അത് ഉണങ്ങി ദ്രവിച്ചു പോയത്. പിന്നീട് അച്ഛനൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആ പേഴ്സ് എൻ്റെ കയ്യിൽ എന്ന് വന്നു അന്നും ഒരു ദാരിദ്ര്യമാണ്, അതിപ്പോൾ ഇല്ലാതായ പിന്നെയാ എന്തെങ്കിലും ആയതെന്ന്. അച്ഛന് ഈ പറഞ്ഞ ദൈവവിശ്വാസം അല്ല ഒരാളെ ആരാധിക്കുക അങ്ങനത്തെ ആരാധനാപാത്രങ്ങളൊന്നും. പക്ഷെ അച്ഛന് ഭയങ്കരമായിട്ട് അച്ഛൻ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത സുഭാഷ് ചന്ദ്രബോസ്. അച്ഛൻ വിശ്വസിച്ച സുഭാഷ് ചന്ദ്രബോസ് ഈ ഇന്ത്യ ഭരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇന്ത്യയുടെ ഗതി ഇതായിരിക്കില്ല എന്ന് പക്ഷം ഭരിക്കുന്നതിന് മുമ്പ് പറയുമായിരുന്നു. അത്രമാത്രം ബോൾഡായിട്ട് അച്ഛന് ആത്മകഥ വായിക്കാം, അപ്പം അതിന് മനസ്സിലാവും. അത്രമാത്രം അച്ഛൻ ഇഷ്ടപ്പെടുന്ന, അച്ഛൻ ബഹുമാനിക്കുന്ന. ഇത് ഈയിടെ വേറെ സംഭവമാണ്. ഞാൻ ഈ കോവിഡ് കാലത്തെ എന്നെ ഒരാൾ വിളിച്ചു. ഞാനിപ്പോൾ എനിക്ക് ആളിനെ പിന്നീട് അയാളുടെ നമ്പറും എൻ്റെ ഇല്ല. ആൾ വിളിച്ചതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു, അയാൾ കവിതകൾ പണ്ട് പോലെ ഈ അറിയപ്പെടാത്ത കവികളുണ്ട്, പക്ഷെ ഗംഭീര കവിതകൾ എഴുതിയ കവികളുണ്ട്. അങ്ങനെയുള്ളവരെ പറ്റിയുള്ള ഒരു റിസർച്ച് ചെയ്തിട്ടുണ്ട്. മലയാളിയാണ്, അയാൾക്ക് ഇന്ത്യയിലൊക്കെ പല സ്ഥലങ്ങളും. അതിൻ്റെ ഭാഗമായിട്ട് അയാൾ കൽക്കട്ടയിൽ വെച്ച് ഒരാളെ കണ്ടെത്തണേ. അയാൾ INA ഒരാളായിരുന്നു. അയാളെ കണ്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു വന്നപ്പോൾ മലയാളിയാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഈ സുഭാഷ് ചന്ദ്രബോസിൻ്റെ കൂടെ ഇയാളും ഉണ്ടായിരുന്നു അന്ന് INA ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ നാടകം കണ്ടിട്ടുണ്ട്. അപ്പം ആ ആൾ പറഞ്ഞു, ഒരു നാടകം കണ്ട് സുഭാഷ് ചന്ദ്രബോസ് കരഞ്ഞു. ഇയാൾ പറഞ്ഞു ഇദ്ദേഹത്തോട്. എന്നിട്ട് അപ്പം ഇയാൾ എന്നെ കാണണമെന്ന് പറഞ്ഞു. കോവിഡിൻ്റെ സമയത്ത് എന്നെ വിളിച്ചത്. പിന്നീട് യാതൊരു വിവരമില്ല. ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വന്നാൽ നല്ല കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു അപ്പം ആള് പറഞ്ഞു ഇങ്ങനെ അച്ഛന് നാടകം എഴുതിയിരുന്നു. അപ്പം പുള്ളിക്ക് പേര് പിള്ളയെന്നാണ് പുള്ളി പറഞ്ഞത്. അത് എൻ പിള്ളയാണോ? അപ്പം ഇയാൾ ആലോചിച്ചപ്പം നാടകൃത്തായിട്ട് പിന്നീട് വന്ന എൻ പിള്ള എന്നുള്ള പേര്. അങ്ങനെ പുള്ളി എന്നെ വിളിച്ചത്. അച്ഛൻ INA-യിലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു, എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പം ആ ആള് പറഞ്ഞു ഇങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് നാടകം കണ്ടു, ആ നാടകം കണ്ട് അദ്ദേഹത്തെ കണ്ണു നിറഞ്ഞു. അച്ഛൻ ആത്മകഥ എഴുതിയിട്ടുണ്ടത്. അപ്പോൾ അത് വീണ്ടും ആ വിളി വരട്ടെ, നമുക്ക് കുറച്ചുകൂടെ ആധികാരികമാക്കാം. അതുപോലെ തന്നെ 46 എന്നെ പിരിച്ചുവിടുന്ന സമയത്തോ മറ്റോ ആണ് ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നതല്ല, അച്ഛനെ പിടിച്ചത്. ഇംഗ്ലീഷുകാർ പട്ടാളം പിടിച്ചു, അതിനെ ഡിസ്പോസ് ചെയ്തു. റംഗൂണിൽ അച്ഛൻ ഒളിച്ചു താമസിച്ചു. ഒളിച്ചു താമസിച്ചാൽ ഈ ഇംഗ്ലീഷുകാരൻ്റെ തന്നെ ഒരു ക്യാൻറ്റീനിൽ ജോലിക്ക് കയറി. അപ്പം പിടിക്കുകയല്ലോ, പക്ഷെ പിടിച്ചു. അങ്ങനെ പിടിച്ച് കൽക്കട്ടയെ കൊണ്ടുവന്നു, ജയിലിലേക്ക് കൊണ്ടുപോകാൻ പോയി. ആ പോകുന്ന വഴിക്ക് ഒരു ചാൻസ് കിട്ടി രക്ഷപ്പെടാൻ വേണ്ടി. ഇവർ കൂടെ വന്നു. രാഷ്ട്രീയ തടവല്ലേ, അവരത്ര വലിയ കാര്യമാക്കിയില്ല. പിന്നെ സംസാരിക്കാൻ അച്ഛൻ നല്ല ഫ്ലുവൻ്റായിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നുണ്ട്. ജാപ്പനീസും അറിയാമായിരുന്നു. ജാപ്പനീസ് ഭാഷ പ്രസംഗിച്ചിട്ടുണ്ട് അച്ഛൻ. ചേട്ടനൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ ജാപ്പനീസൊക്കെ? പിന്നീട് മറന്നു. അച്ഛൻ പെട്ടെന്ന് പഠിച്ചോണ്ടേ പെട്ടെന്ന് അത് മറന്നു പോയത്. പക്ഷെ കുറച്ച് അറിയാമായിരുന്നു. അല്ല, അന്ന് അച്ഛൻ്റെ പ്രസംഗം കേട്ട ആൾക്കാരൊക്കെ ഞാൻ കണ്ടുണ്ട്. വാസവൻ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അച്ഛൻ്റെ സുഹൃത്തുക്കൾ. പാരിപ്പള്ളി കുട്ടൻ നായർ,
അങ്ങനെ കുറേ പേരുണ്ട്, അവരെല്ലാം മരിച്ചുപോയി. ഇവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, എനിക്ക് നല്ല പരിചയമുണ്ട്. അങ്ങനെ കൽക്കട്ടയിൽ നിന്ന് പിടിച്ചോണ്ട് വരുന്ന ജീപ്പിൽ വെച്ച് ഒരു അവസരം കിട്ടി. അവരെല്ലാം ബിയർ കുടിക്കാൻ വേണ്ടി ഒരു ഷോപ്പിലോട്ട് കയറി. പച്ചവടം കഴിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് വേണ്ടത്. അവർ പോയ പെട്ടെന്ന് വെച്ച് തോന്നി രക്ഷപ്പെടണമെന്ന്, അല്ലാതെ മുൻകൂട്ടി ആലോചിച്ചൊന്നുമല്ല. ഒരു ചാൻസ് കിട്ടി. പെട്ടെന്ന് ജീപ്പിൻ്റെ താഴെങ്കിൽ ഒരു ഗള്ളി കണ്ടു, അങ്ങോട്ട് നടന്നു. അതൊന്ന് പെട്ടെന്ന് ക്രോസ് ചെയ്തപ്പോൾ ഒരു കാർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു, ഒരാളെ ഇറക്കിയിട്ട് ടാക്സി. അതേ കയറിയിട്ട് ഹൗറ എന്ന് പറഞ്ഞു നേരെ കൊണ്ട് ഇപ്പോൾ ഒരു ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നു, അതേ ചാടി കയറി. എങ്ങോട്ടാന്ന് പോലും അറിയില്ല. അങ്ങനെ ആ ട്രെയിൻ പൂനെക്കായിരുന്നു. ആ പൂനെയിൽ വന്നത് പൂനെയിൽ അച്ഛൻ്റെ ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ എന്ന് വെച്ചാൽ അച്ഛൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ഗോപാലൻ നായർ. അങ്ങനെ അടുത്ത് വന്നു, അങ്ങനെ അവിടെ ഉണ്ടെന്നറിയാം. അങ്ങനെ അങ്ങനെ കണ്ടു. അവിടുന്ന് ആണ് ഒരു ദിവസം പാതിരായ്ക്കാണ് നാട്ടിൽ വരുന്നത്. അന്ന് ശരി ഒളിവിലാണ്, പറഞ്ഞ് കണ്ടാൽ പിടിക്കും. അങ്ങനെ പാതിരായ്ക്ക് വന്ന അമ്മ 9.5 വർഷമായിട്ട് അച്ഛനെ കാത്തിരിക്കുകയാണ്. അമ്മ കല്യാണം കഴിക്കാതെ, അനിയത്തിമാരെ കല്യാണം കഴിച്ച് കുട്ടികളായി. അച്ഛൻ്റെ അമ്മയ്ക്കും അച്ഛൻ്റെ അച്ഛനും അസുഖമായി, അമ്മയ്ക്ക് അന്ന് കാണാൻ പറ്റാതായി. അവരിവിടെ അപ്പുറത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. മുറപ്പെണ്ണായിരുന്നോ? മുറപ്പെണ്ണല്ല, വളരെ അകന്ന ബന്ധമാണ്. അച്ഛനെക്കാളും മൂത്തതാണ്, 1.5 വയസ്സിന് മൂത്തമായിരുന്നു. അങ്ങനെ അവിടുന്ന് ഈ അച്ഛൻ്റെ അമ്മയെ അച്ഛനെ അമ്മ ഈ അച്ഛൻ പോയ ശേഷം വീട്ടിൽ കൊണ്ടുവന്നു, അമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്നു. അമ്മയുടെ മുറി താമസിപ്പിച്ചിരിക്കുക. എന്നിട്ട് അമ്മയെ നോക്കുന്നവരെ, അമ്മായിയപ്പനെ അമ്മായിമ്മ നോക്കുന്ന പോലെ. കല്യാണം കഴിച്ചിട്ടില്ല, മരിച്ചുപോയി എന്നാണ് അമ്മയുടെ വീട്ടിലുകാരൊക്കെ വിശ്വസിച്ചത്. അച്ഛൻ യുദ്ധത്തിൽ മരിച്ചുപോയി. അങ്ങനെ ഒരാളാണ് വന്ന് നിൽക്കുന്നത്. അങ്ങനെയാണ് അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ അമ്മയും വീട്ടിലുണ്ട്. അതിൻ്റെ വന്നതിൻ്റെ 3-ാം ദിവസം കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതിന് 3-ാം ദിവസം താലിമാല വിറ്റു അവിടുന്ന് ഇറങ്ങി, കാശില്ലാത്തതുകൊണ്ട്. ഇവർ വന്നപ്പോഴൊക്കെ ഒരു വലിയ പൈസയൊക്കെ ആയിട്ടാണ് സിംഗപ്പൂരിലല്ലേ എന്നൊക്കെ വിചാരിച്ചിരുന്നു. വന്നപ്പോൾ തെണ്ടി തിരിഞ്ഞല്ലേ വരുന്നത്. പിന്നെ അന്ന് ഇവിടെ നിൽക്കാനും പറ്റില്ല. അങ്ങനെയാണ് കുമ്പളത്ത് ശങ്കുപിള്ള എന്ന് പറയുന്നത്, സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ കാലം. കുമ്പളത്ത് ശങ്കുപിള്ള അടുത്ത് അങ്ങനെ രഹസ്യമായി ഇവിടുന്ന് പോയി അവിടെയാണ് ഒളിവിൽ താമസിക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു ഇതുണ്ട്. അന്ന് സ്റ്റേറ്റ് കോൺഗ്രസ് വളരെ ശക്തമാണ്. CPIയുടെ മൂക്കൊക്കെ വെട്ടിയ അപ്പം അങ്ങനെ അവിടെ പോയി. അങ്ങനെയാണ് പിന്നീട് ഇതൊക്കെ സ്വാതന്ത്ര്യം കിട്ടി. പിന്നീടാണ് പിന്നെ എൻ്റെ മൂത്ത സിസ്റ്റർ ഉണ്ടായി. ആ സമയത്താണ് ഇവിടുന്ന് പിന്നെ തിരിച്ച് ഇവിടെ വന്നിട്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാതായി. പിന്നെ അങ്ങോട്ട് പോവാം, മലേഷ്യ. അങ്ങനെ ഇവിടുന്ന് വന്ന സമയത്ത് പിന്നെ രാഷ്ട്രീയ പ്രസംഗമൊക്കെ ആയിട്ട് സ്റ്റേറ്റ് കോൺഗ്രസിന് വേണ്ടിയിട്ട് ഇങ്ങനെ കേരളം മുഴുവൻ പ്രസംഗിച്ച്, ഹാഫ് കാച്ചട്ട ഇട്ട് ടീഷർട്ടും ഇട്ട്. അന്നത്തെ അതായിരുന്നു INA ഡ്രസ്സല്ലേ, INA ഭടൻ സംസാരിക്കുന്നു എന്നാണ് അന്നത്തെ. അത് ഭയങ്കര ഗംഭീര പ്രസംഗമായിരുന്നു. അതിനൊരു കാലമുണ്ട്. അപ്പോൾ വിജയരാഘവൻ ചേട്ടൻ ജനിക്കുന്നത് മലേഷ്യയിലാണ്. 2ാമത് പോയി അവിടെ വെച്ച്. എന്നിട്ട് പിന്നെ തിരികെ ഈ സ്കൂളിംഗ് ഒക്കെ ഇവിടെ ആയിരുന്നല്ലോ, ചേട്ടൻ്റെ സ്കൂളിംഗ് ഒക്കെ ഇവിടെ ആയിരുന്നല്ലോ. അത് എപ്പോഴാണ് പിന്നെ തിരികെ? അവിടുന്ന് 6 മാസം വരെയുള്ളപ്പോൾ എന്നെ പ്രസവമെടുത്ത അച്ഛനാ. അച്ഛൻ്റെ കയ്യിലോട്ടാണ് ഞാൻ ജനിച്ചു വീണത്. ഹോസ്പിറ്റലൊന്നുമല്ല. അന്ന് അച്ഛന് ഇത് മെറ്റീരിയൽ മെഡിക്കൽ ഒക്കെ പഠിച്ചിട്ട് ഡ്രസ്സർ പരീക്ഷ പാസ്സായി. അപ്പൊ അച്ഛന് ഇതൊക്കെ അറിയാം, ചെറിയ വൂണ്ടൊക്കെ അറിയാം, മെഡിസിൻ കൊടുക്കാം. ഈ റബ്ബർ എസ്റ്റേറ്റ് ജോലിക്ക് അത് ഒരു പ്ലസ് ആണ്. സൂപ്പർവൈസറായിട്ട്. അപ്പം അതും കൂടെ ആകുമ്പോൾ ഇൻ അഡീഷൻ ഡോക്ടറുടെ പോലെ തന്നെയാണ്, ചെറിയ മരുന്നൊക്കെ ചെയ്യാം. ആ പരീക്ഷ പാസ്സായി ഇവിടെ വന്ന് പണ്ട് LMB കിട്ടും, അതായത് MBBS തുല്യമായ 2 വർഷം പഠിച്ചാൽ മതിയായിരുന്നു. അപ്പം അങ്ങനെ അമ്മ പറഞ്ഞു ഈ ചീനന്മാരൊക്കെയാണ് ഹോസ്പിറ്റലൊക്കെ, എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മ തനി നാടൻ സ്ത്രീയല്ലേ. അച്ഛൻ ഞാൻ എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ അച്ഛനാണ് പ്രസവം എടുത്തത്. അച്ഛൻ്റെ കയ്യിലേക്കാണ് ഞാൻ ജനിച്ച് വീണത്. അത് വലിയ ഭാഗ്യമല്ലേ. ഇപ്പൊ നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത് ജനുവരി 9 ജനുവരി 12 ജന്മദിനം. അതെ. ശരിക്കും എൻ്റെ ജന്മദിനം ജനുവരി 12. അത് ഈ ഇവിടെ വിക്കിപീഡിയ എവിടെയൊക്കെയോ തെറ്റിദ്ധരിച്ച് ഡിസംബർ 12 എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കും. ഞാൻ പിന്നെ എല്ലാവരെയും ഇങ്ങനെ തിരുത്തുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാവരും സന്തോഷം പറയും, ആയിക്കോട്ടെ. ശരിക്കും എൻ്റെ ജനുവരി 12.